ഇവിടെ പഴയ നിയമത്തിലൊരു 6 പുസ്തകങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. 6 പുസ്തകങ്ങൾ നമ്മൾ വളരെയധികം ഉപയോഗിക്കാത്ത പുസ്തകങ്ങളാണ് ആ 6 പുസ്തകങ്ങളും. കാരണം അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല എന്നതുകൊണ്ട് തന്നെ. പഴയ നിയമത്തിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന പുസ്തകം സങ്കീർത്തന പുസ്തകമാണ്. അതുകൊണ്ടാണ് മിക്കവാറും പേരുടെ ബൈബിളിൽ ആ ഭാഗം ഇങ്ങനെ തള്ളി നിൽക്കും, അല്ലേ? ചിലരുടെ ബുക്ക് ചെക്ക് ചെയ്യാണ്, അല്ലേ? ഇങ്ങനെ ഇച്ചിരി തള്ളി നിൽക്കും. കാരണം ആ ഭാഗമാണ് നമ്മൾ പൊതുവിൽ വായിക്കാറുള്ളത്. ബാക്കി വായിക്കപ്പെടാതെ ഒഴിവാക്കി വിടുന്ന പുസ്തകങ്ങളാണ് 1-2 ശമൂവേൽ, 1-2 രാജാക്കന്മാർ, 1-2 ദിനവൃത്താന്തം. ഇത് ഇത്രയും പുസ്തകത്തിനൊരു കനം കിട്ടാൻ വേണ്ടി ഇതിനകത്ത് ചേർത്തിരിക്കുന്നതല്ല. ഇതിനകത്തുനിന്ന് ഒരുപാട് കാര്യം വായിച്ച് പഠിക്കാൻ വേണ്ടി ചേർത്തിരിക്കുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് സമയമില്ല. അതൊക്കെ വായിക്കാനും പഠിക്കാനുമുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് നമ്മളത് വായിക്കാൻ ശ്രമിക്കാറുമില്ല. നമുക്ക് പെട്ടെന്ന് വിടുതലുണ്ടാകണം. വിടുതലുണ്ടായിട്ട് അടുത്ത പണിക്ക് പോകണം. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. അതുകൊണ്ട് നമ്മൾ ഓടി ആരാധനയ്ക്ക് പോകുന്നതിൻ്റെ പിന്നിലെ ചേതോ വികാരം സൗഖ്യമാവുക, ചെന്ന ഉദ്ദിഷ്ട കാര്യം നടക്കുക. അവകൾ നടത്താൻ വേണ്ടി ഉലകത്തിൽ, നമ്മുടെ കേരളത്തിൽ തന്നെ ഇഷ്ടംമാതിരി ദൈവങ്ങൾ മുക്കിനും മൂലയ്ക്കും നിരന്നിരിപ്പുണ്ട്. നമ്മുടെ വിഷയത്തിന് പരിഹാരം നൽകുന്ന ദൈവം, സ്തോത്രം. പക്ഷെ നമ്മളെ നിത്യതയിൽ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ഒറ്റയാളേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്, സ്തോത്രം. അതുകൊണ്ട് ഈ ആവശ്യം നടത്തുന്ന ദൈവത്തിന്റെ പുറകെ പോകുന്നവൻ 4 ആഴ്ച വരും. ആവശ്യം നടന്നു കഴിയുമ്പോൾ അവനവന്റെ വഴിക്ക് പോകും. നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടത് നിത്യത ലാക്കാക്കിയാണ്, അല്ലാതെ ആവശ്യം പരിഹരിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് അല്ല. ഞാൻ വളരെ വേഗത്തിൽ യോവാശിനെ കുറിച്ച് പറയാം. വളരെ ശ്രദ്ധിച്ചിരിക്കണേ. എനിക്കിങ്ങനെ പോയിന്റ്സ് പറഞ്ഞു പോകും. യോവാശ് 7-ാം വയസ്സിൽ രാജാവായി എന്ന് പറഞ്ഞാൽ ഇവിടെ 7 വയസ്സിന് മുകളിലോട്ടുള്ള ഒത്തിരി പേര് ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു 7 വയസ്സിന് താഴോട്ടുള്ളവരെ മറ്റൊരു ചർച്ചിലാണ് കൂട്ടിയിരിക്കുന്നത് തോന്നുന്നു, അല്ലേ? താഴെ നമ്മൾ സ്റ്റുഡൻസിന്, കിഡ്സിന് വേണ്ടിയിട്ടുള്ള ചർച്ചിലാണ് അവരെ ആരാധനയ്ക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ, 7 വയസ്സല്ല, അതിന് മേലുള്ള ഒരു 13 വയസ്സോട് താഴോട്ടുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഐ എം നോട്ട് ഷുവർ. ഏതായാലും കൊച്ചുകുട്ടികളെ അങ്ങോട്ട് കൊണ്ടുവരിക. അതിന്റെ അർത്ഥം രാജാവാകാൻ ഈ വചനമനുസരിച്ച് പ്രായമുള്ളവർ താഴത്തെ ഹോളിലിരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാം ചാകാൻ പ്രായമായവരാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? എന്ന് പറഞ്ഞാൽ രാജാവൊക്കെ ആയി വയസ്സായി മരിക്കാൻ പ്രായമായവരാണ് ഇവിടെ ഇരിക്കുന്ന അധികം പേരും. 7-ാം വയസ്സിൽ ഒരാൾ രാജാവാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാളായിട്ട് രാജാവായതല്ല, അതിന്റെ പുറകിൽ മറ്റാരോ ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. നമുക്കെല്ലാവർക്കും പറയാൻ കഴിയും ആശ്രിത നിയമനമായിരിക്കും എന്ന് പറഞ്ഞാൽ അപ്പൻ ചത്ത് കിട്ടിയതായിരിക്കും. അപ്പൻ ചത്താലും യോവാശിന് രാജാവാകാനുള്ള വകുപ്പുണ്ടായിരുന്നില്ല. വളരെ ശ്രദ്ധിച്ചിരിക്കണേ. മെസ്സേജിന്റെ ഫൈനൽ സ്റ്റേജിലെ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂ. അപ്പോഴത്തേക്ക് ഞാൻ തിരുമല കഴിഞ്ഞിരിക്കും. ഓക്കെ, അങ്ങനെ മനസ്സിലാകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. യോവാശ് 7-ാം വയസ്സിൽ രാജാവായി, അല്ലെങ്കിൽ ആര് തന്നെ 7-ാം വയസ്സിൽ രാജാവായി എന്ന് പറഞ്ഞാൽ നോട്ട് ബിക്കോസ് ഓഫ് ഹിസ് മെറിറ്റ്, സംബഡി ഹെൽപ്ഡ് ഹിം. അയാളുടെ കഴിവ് കൊണ്ട് അയാൾ ആയി വന്നതല്ല, ആരോ അയാളെ സഹായിച്ചതാണ്. ഇതിനകത്തിരിക്കുന്ന ഒരു മനുഷ്യനും നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ട് ഇതിനകത്ത് വന്നുപെട്ടതല്ല. നമ്മുടെ കർത്താവ് നമ്മളെ ഇവിടെ കൊണ്ടുവന്നതാണ്. നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ, നിങ്ങളുടെ ഉദ്യോഗം, നിങ്ങൾ ഇന്നായിരിക്കുന്ന പദവി, ഈ പദവിയിലെങ്ങും ഇവിടെ ഇരിക്കുന്ന ആരുടെയും മികവോ കഴിവോ കൊണ്ട് വന്നെത്തിയതല്ല. മഹാദൈവം തന്റെ കരുണയാൽ നമ്മളെ കൊണ്ടെത്തിച്ചതാണ്, സ്തോത്രം. പക്ഷെ ആ ബോധ്യം പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നിടത്താണ് നമ്മുടെ പരാജയം ആരംഭിക്കുന്നത്. ഞാൻ യോവാശിനെ അവിടെ നിർത്തി. 1-2 കാര്യം എനിക്ക് പുറകിൽ പറയാനുള്ളത് കൊണ്ട് 2-3 രാജാക്കന്മാരെ ഒറ്റ വാക്കിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ജസ്റ്റ് പരിചയപ്പെടുത്തൽ മാത്രം. അതുകൊണ്ട് പുസ്തകത്തിലെ ഈ പേജുകളിലെ പൊടി നിങ്ങൾ തട്ടിവെച്ചാൽ നന്നായിരിക്കും. നമ്മൾ ഇപ്പോൾ വായിച്ചത് 24-ാം അധ്യായം. 25-ാം അധ്യായം വായിക്കൂ. 25-ാം അധ്യായത്തിലേക്ക് വരൂ. കൈൻഡ്ലി കം ഫാസ്റ്റ്. 25 ഒന്നോട്ട് വായിച്ചു. അമസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 25 വയസ്സ്. അവൻ 29 സംവത്സരം യെരുശലേമിൽ വാണു. നമ്മുടെ പിണറായി സാറ് 6.5 കൊല്ലം ആയിട്ടുള്ളൂ, റൈറ്റ്? ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഐ എം നോട്ട് ടോക്കിംഗ്. സ്വതന്ത്രം, ഇത് മനസ്സിലായോ? 29 years. എന്താണ് അവിടുത്തെ ഭരണപരിഷ്കാരം? താഴോട്ട് വായിക്കൂ. അവന്റെ അമ്മയ്ക്ക് യഹോവദാൻ എന്ന് പേർ. ഈ വാക്യങ്ങളിൽ അല്ലെങ്കിൽ രാജാക്കന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ല, ആരെ കുറിച്ച് പഠിച്ചാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരാൾ ആളായി മാറുന്നതിന്റെ പുറകിൽ ആരൊക്കെയാണ് കഥാപാത്രം. നമ്പർ 1, അയാളുടെ അപ്പൻ ഒരു കഥാപാത്രമാണ്. ഇന്ന് 2 അപ്പന്മാർ കയ്യിൽ പിള്ളേരെയും എന്ത് ഇവിടെ വന്ന് പാസ്റ്ററുടെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിച്ച് തിരിച്ചു മേടിച്ചു കൊണ്ടുപോയി. ഇതുവരെ കിട്ടുന്നത് ദൈവം തരുന്ന ദാനമാണ്. പക്ഷെ ഇവരെ വളർത്തി വലുതാക്കുന്നതിന്റെ പുറകിൽ ഈ അപ്പന്മാരുടെ വിയർപ്പ് നിർബന്ധമായും ഉണ്ടായിരിക്കണം.
ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതുവരെ വിയർത്തതല്ല വിയർപ്പ്. ആ കുഞ്ഞുങ്ങളെ വളർത്തി സമൂഹത്തിൽ മാന്യന്മാരാക്കി നിർത്തുന്നതിന് വേണ്ടി അവർ കൊടുക്കുന്ന വിയർപ്പാണ് വിയർപ്പ്. നമ്പർ 2, അവരുടെ മാതാവ് പ്രധാന വിഷയമാണ്. മാതാവ് പ്രധാന വിഷയമാണ്. അമ്മയുടെ കണ്ണുനീർ അതിന്റെ പുറകിലെ പ്രധാന ഘടകമാണ്. അപ്പന്റെ വിയർപ്പും അമ്മയുടെ കണ്ണുനീരും ചേരുമ്പോഴാണ് കുഞ്ഞു കുഞ്ഞായി മാറുന്നത്. മക്കൾ യഹോവ നൽകുന്ന ദാനമാണ്. പക്ഷേ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്ത പദം ഇങ്ങനെയാണ് പറയുന്നത്, അവൻ നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ ലജ്ജിച്ചു പോകുകയില്ല. ദാറ്റ് മീൻസ് ആ കുഞ്ഞുങ്ങൾ കിടക്കുന്നത് ആവനാഴിയിലാണ് എന്ന് പറഞ്ഞാൽ പുറകിലാണ്. കണ്ണടച്ച് കൈവയ്ക്കുമ്പോൾ കയ്യിൽ അമ്പ് കിട്ടണം. അത്തരത്തിന് അമ്പ് മിനുക്കി ആവനാഴിയിൽ ഇടേണ്ടുന്ന ഉത്തരവാദിത്വം ദൈവത്തിൻ്റെതല്ല, നിങ്ങളുടേതാണ് ആ ഉത്തരവാദിത്വം. മക്കളെ യഹോവ നൽകും. അതിനെ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചതുവരെ നല്ല കാര്യം. പക്ഷേ ആ കുട്ടിയെ മിനുക്കി അമ്പാക്കി ഏത് കാലത്തിലും ഉപയോഗിക്കുവാൻ കഴിയുന്ന രീതിക്ക് തയ്യാറാക്കി നിങ്ങളുടെ പൗച്ചിനകത്ത് സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കളും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഉത്തരവാദിത്വമുള്ളവരാണ്. അതാണ് ദൈവദാസൻ ഇവിടെ നേരത്തെ പറഞ്ഞപ്പോൾ ഓർപ്പിച്ചു. ചിലരുടെ അടുക്കൽ ചെന്ന് കുട്ടികളുടെ പ്രശ്നം പറഞ്ഞാൽ അവര് അംഗീകരിക്കും, ചിലർ അംഗീകരിക്കില്ല. നിങ്ങൾ അറിയണം, ഒരു കുട്ടിയുടെ ഭാവി നിയന്ത്രിക്കുന്നതിൽ നമ്പർ 1 അയാളുടെ അപ്പനാണ്. നമ്പർ 2 അദ്ദേഹത്തിന്റെ അമ്മയാണ്. നമ്പർ 3 അദ്ദേഹത്തിന്റെ ഉപദേശിയാണ്. ഈ 3 പേര് ചേർന്ന് വേണം കുട്ടിയെ വളർത്താൻ. മനസ്സിലാകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായവർക്കൊരു സ്വത്രം പറയാവോ? അപ്പനും അമ്മയും മാത്രം വളർത്തരുത് കുട്ടിയെ, ഉപദേശിയും മാത്രം വളർത്തരുത് കുട്ടിയെ, അമ്മ മാത്രമോ അപ്പൻ മാത്രമോ വളർത്താൻ ഇറങ്ങി നിൽക്കരുത്. 3 പേരും ഒരുമിച്ച് നിൽക്കുന്നിടത്താണ് കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തുവാൻ കഴിയുക. ഐ വിൽ എക്സ്പ്ലെയിൻ വൺ ബൈ വൺ. ഇപ്പോൾ ഇവിടെ ആ കൊച്ചിന്റെ അമ്മയെ കുറിച്ച് പറയുകയാണ്. ഇനി താഴോട്ട് വായിക്ക്. അവൾ യെരൂശലേംകാരത്തിയായിരുന്നു. അവൾ കണ്ടോ, അവൾ എവിടത്തെ കാര്യമാണെന്നുള്ളത് വരെ വിഷയമാണ്. അപ്പോൾ ഒരാൾ കല്യാണം കഴിക്കുന്നിടത്താണ് ഇതിന്റെ അടിസ്ഥാനം കിടക്കുന്നത്. സമയക്കുറവ് കൊണ്ടാണ് എല്ലാം പൊളിക്കാനൊക്കില്ല. പറ്റുന്നിടത്തോളം മാക്സിമം പൊളിച്ച് ഞാൻ പറയാം. ഓക്കെ, വായിച്ചോളൂ. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ആ വാക്ക് ശ്രദ്ധിച്ചോണം. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. നിങ്ങൾ നിങ്ങളുടെ പേരെഴുതി വെക്കുക, നിങ്ങളുടെ അപ്പന്റെ പേരെഴുതുക, അമ്മയുടെ പേരെഴുതുക, അവൾ എവിടത്തെ കാര്യമാണെന്ന് എഴുതുക. അല്ലെ, കൊണ്ണിക്കാരിയാണോ, കോവളത്ത് കാര്യമാണോ, തിരുവല്ലക്കാരിയാണോ, എവിടത്തെ കാര്യമാണെന്ന് എഴുതി വെക്കുക. ഏത് കൂട്ടായ്മയിൽ ആയിരുന്നവളാണെന്നും എഴുതി വെക്കുക. അപ്പനെ കുറിച്ചും വേണമെങ്കിൽ എഴുതിക്കോളൂ. അടുത്ത് നിങ്ങളെ കുറിച്ച് എഴുതുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തോ ഇല്ലയോ എന്നുകൂടി ചുമ്മാതെ എഴുതി വെക്കുക. മനസ്സിലാട്ടോ? ചുമ്മാതെ എഴുതി വെക്കുക. എഴുതാൻ എന്ത് കിട്ടുമെന്ന് തോന്നുന്നു നിങ്ങൾക്ക്? യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു എന്ന് എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എല്ലാവരും ഒരുമാതിരി കഷായം കുടിച്ച പോലെ ഇരിക്കുകയാണ്. സമയക്കുറവാണ്. വായിക്കും. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു, ഏകാഗ്ര ഹൃദയത്തോടെ അല്ലതാനും. ആ വാക്ക് ചേർത്തോണേ, ഏകാഗ്ര ഹൃദയത്തോടെ അല്ലാതാനും. അപ്പോൾ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു, ബട്ട് നോട്ട് ഔട്ട് ഓഫ് ഹോൾ ഹാർട്ടഡ്നെസ്. പൂർണ്ണ ഹൃദയത്തിലായിരുന്നില്ല. ഇന്ന് ഇവിടെ വന്നതിൽ നല്ലൊരു ശതമാനം താല്പര്യം കൊണ്ട് വന്നതല്ല, അപ്പനും അമ്മയും തള്ളിപ്പഴിപ്പിച്ച് കൊണ്ടുവന്നതാണ്. ചിലരെ അടുത്തുണ്ടായിരുന്നവർ പറഞ്ഞ് നിന്റെ രോഗം മാറും, വന്ന് ആരാധനയ്ക്ക് ഇരുന്നാൽ എന്ന് പറഞ്ഞ് സോപ്പിട്ട് കൊണ്ടുവന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞാൻ യോവാസിനെ നിർത്തിയിരിക്കുന്നു. 2 അമസ്യാവിനെ കുറിച്ച് പറയുന്നു. അയാളെ യഹോവയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തു, പൂർണ്ണ താല്പര്യത്തോടെ അല്ലാതാനും. ഇതിനകത്ത് ഇന്ന് കൂടിയിരിക്കുന്നതിൽ പൂർണ്ണ താല്പര്യത്തോടല്ലാതെ കൂടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂടിയത് കൊണ്ട് നയാ പൈസയുടെ ബെനഫിറ്റ് നിങ്ങൾക്കുണ്ടാകുന്നതല്ല. ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിന്റെ താല്പര്യം കൊണ്ട് നിങ്ങൾ വരുന്നു എങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാതെ ഇവിടെ നിന്ന് വിടാനാവില്ല. നിങ്ങളെ തല്ലി പഴിപ്പിച്ച് ചുമ്മാതെ കൊണ്ടിരുത്തിയതാണ്, കാണാൻ വന്നതാണെങ്കിൽ നിങ്ങൾക്ക് കളി കണ്ടിട്ട് പോകാം, വേറെ നേട്ടമൊന്നും ഇതിനകത്തുണ്ടാകാൻ പോകുന്നില്ല. ഒന്നാമത്തെ രാജാവ് യഹോവയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തു, താല്പര്യത്തോടെ അല്ല. രണ്ടാമത്തെ രാജാവ്, അടുത്ത ചാപ്റ്ററിലേക്ക് പോകൂ. അടുത്ത ചാപ്റ്ററിലേക്ക്. യഹൂദജനമൊക്കെയും 16 വയസ്സ് പ്രായമുള്ള ഉസിയാവെ കൂട്ടിക്കൊണ്ടുവന്ന്. ഉസിയാവിന് 16 വയസ്സ്, 10ാം ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ. ഉസിയാവിനെ കൂട്ടിക്കൊണ്ടുവന്ന് അവന്റെ അപ്പനായ അമസ്യാവിന് പകരം രാജാവാക്കി. അമസ്യാവ് ചത്തു കഴിഞ്ഞപ്പോൾ അമസ്യാവിന് പകരം ഉസിയാവിനെ രാജാവാക്കി. വായിച്ചോളൂ. രാജാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച ശേഷം ഏലോത്തിനെ പണിതതും അതിനെ യഹൂദയ്ക്ക് വീണ്ടുകൊണ്ടതും ഇവൻ തന്നെ. ഉസിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവൻ 52 സംവത്സരം യെരൂശലേമിൽ വാണു. 52 കൊല്ലം യെരൂശലേമിൽ വാണു. 52 കൊല്ലം അല്ലേ? മാണിസാറും ഉമ്മൻചാണ്ടിയും ഒക്കെ
നമ്മുടെ എന്താ പറയാ സമാജികരായിട്ടിരുന്നത് 50-ലധികം വർഷമാണ്. അതുപോലെ 52 വർഷം രാജാവായിരുന്നൊരുത്തൻ ഉസിയാവ്. നിസ്സാര കാര്യമല്ലേ? അപ്പോഴും ചാവണ്ടായിരുന്നു, പക്ഷെ ഒരു ചെറിയ പരുവക്കേടുണ്ടായി. വായിക്ക്. അവന്റെ അമ്മയ്ക്ക് എഖല്യ എന്നു പേർ. വായിച്ചോളൂ. അവൾ യെരൂശലേംകാരത്തിയായിരുന്നു. അവൻ തന്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. കണ്ടോ? പ്രസാദമുള്ളത് ചെയ്തു. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന ആ വാക്ക് ശ്രദ്ധിക്കണം. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെഖര്യാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അപ്പൊ ഉപദേശം ഇതിലൊരു പ്രധാന ഘടകമാണ്. ദൈവഭയത്തിൽ ഉപദേശിച്ചു വന്ന സെഖര്യാവിന്റെ കാലത്ത് അവൻ യഹോവയെ അന്വേഷിച്ചു. മാന്യ സുഹൃത്തുക്കളെ, ദൈവഭയത്തിൽ ഉപദേശിക്കുന്ന ഒരു ദൈവദാസന്മാരുടെ ഒരു കൂട്ടം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ യു ആർ എ ബ്ലെസ്സഡ് ജനറേഷൻ. പ്രൈസ് ദി ലോർഡ്. ഉപദേശം വളരെ പ്രധാനമാണ്. കഴിഞ്ഞ ദിവസം എന്നെ ഒരു ആന്റി എനിക്കൊരു മെസ്സേജ് ഇട്ടിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ പെന്തക്കോസ്റ്റ് വിട്ടുപോയി. അവരെനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, ഞാൻ പെന്തക്കോസ്റ്റ് വിട്ടുപോയി. കാരണം ഞാൻ പെന്തക്കോസ്റ്റിനെതിരെ സംസാരിക്കുന്നവർക്കെതിരെ ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് എൻ്റെ അടുത്ത് ആന്റി പറഞ്ഞിരിക്കുകയാണ്, പാസ്റ്ററെ അവന്മാർക്ക് വേണ്ടിയൊന്നും പാസ്റ്റർ വക്കാലത്ത് പറയണ്ട, പാസ്റ്റർ അത് വിട്ടേരെ, അവന്മാർ പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാ ഞാൻ പെന്തക്കോസ്റ്റ് വിട്ടുപോയതാണ്, അതിന്റെ കാരണങ്ങൾ പുള്ളിക്കാരി കുറെ പറഞ്ഞു. അത് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അടുത്തൊരു ഡയലോഗ് കൂടെ പറഞ്ഞിരിക്കുക, ഉപവാസം വച്ചു, ഞങ്ങൾ അവിടെ ചെന്ന് ആഹാരം കഴിക്കാതെ ഉപവാസം ഇരുന്ന് ഞങ്ങൾക്ക് വിടുതലുണ്ടായി. അപ്പോ അതിന്റെ പേരെടുക്കുന്നത് ആ സഭയും പാസ്റ്ററുമാണ്. അവരെനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഉപദേശിയും സഭയും പേരെടുത്തത് കൊണ്ടും ഇവരാണ് ഉപവസിച്ചത് വിടുതലുണ്ടായതെന്നത് കൊണ്ടും അവര് പെന്തക്കോസ് വിട്ടുപോയിരിക്കുക. എനിക്ക് അതിന്റെ എന്താ പറയാ, നമുക്ക് കാര്യം പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ആന്റിയോട് പറഞ്ഞു, ആന്റി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉപവസിക്കാൻ കെൽപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ സഭയിൽ പോകണ്ടായിരുന്നല്ലോ. സഭയ്ക്കകത്ത് ചെന്നിരിക്കാൻ ഒരു സഭാ ഹോൾ ഉണ്ടായത് കൊണ്ടും അവർക്ക് വേണ്ടി കരയാനും പ്രാർത്ഥിക്കാനും ദൈവദാസൻ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് കൊണ്ടും ഉപദേശിക്കാൻ ഒരു ഉപദേശി ഉണ്ടായിരുന്നത് കൊണ്ടുമാണ് അവർ ആ സർക്കിളിനകത്ത് നിന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് വിടുതലെടുത്തത്. അല്ലാതെ അവരുടെ സ്വന്തം കഴിവ് കൊണ്ടല്ല. പക്ഷെ അവര് തെറ്റിദ്ധരിച്ചു വെച്ചത് ഞാൻ ഉപവസിച്ചിട്ടാണ് വിടുതലുണ്ടായത്, പാസ്റ്റർ ക്രെഡിറ്റ് എടുക്കണ്ടായെന്ന്. ഞാൻ പറഞ്ഞു, മനസ്സിലായോ? ആ ഉപദേശി അവരെ ഉപദേശിച്ച് അവർ ദൈവകൃപയിൽ ഇരുത്തി ഉപവാസം പറഞ്ഞു കൊടുത്ത് ഉപവസിപ്പിച്ചത് കൊണ്ടാണ് വിടുതൽ നടന്നത്. ആഹാരം കഴിക്കാതെ അവർ ഇരുന്നു എന്നത് ശരിയാണ്, പക്ഷെ അവരെ ഇരിക്കാൻ പ്രേരിപ്പിച്ചത് ഉപദേശിയാണ്. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചത് ദൈവസഭയാണ്. അവർക്ക് വേണ്ടി കരഞ്ഞത് അവരുടെ കൂടെ ഇരുന്ന ദൈവമക്കളാണ്. അതെല്ലാം അവർ മറന്നിട്ട് അവർ തിരിച്ച് ലൂതറനിലോട്ട് പോയിരിക്കുകയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അതുകൊണ്ട് പെന്തക്കോസ് വിട്ടൊക്കെ പോയത്. ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഉപവസിച്ചാണ് കിട്ടിയതെങ്കിൽ വീട്ടിൽ ഇരുന്ന് ഉപവസിക്കാത്തത് നിങ്ങൾ എന്താ സഭയിൽ പോയത്? അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നും, നമ്മൾ ഉപവസിച്ചിട്ടാണ് കിട്ടിയത്. ഉപദേശം ഇതിൽ വലിയ ഘടകമൊന്നുമല്ല. ഉപദേശിയും ഘടകമാണ്, ദൈവസഭയും ഘടകമാണ്. പ്രൈസ് ദി ലോർഡ്. ആശുപത്രി ചെന്ന് നിങ്ങൾ ഗുളിക കഴിച്ചുകൊണ്ടാ സുഖമായത്, പക്ഷെ ആശുപത്രി ഉണ്ടാവണ്ടേ, അവിടെ ഡോക്ടർ ഉണ്ടാവണ്ടേ? അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് ഗുളിക കഴിക്കാത്ത എന്താ നടക്കുകയല്ല. ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യണം. പക്ഷേ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തത് എങ്ങനെയാ, അവിയൽ ഉണ്ടാക്കിയത് നിങ്ങളായിരിക്കും, പക്ഷെ ചട്ടിയുടെയും അടുപ്പിന്റെയും ക്രെഡിറ്റ് കൂടി നിങ്ങൾ എടുക്കരുത്. ചട്ടിക്ക് ചട്ടിയുടെ മഹത്വം കൊടുക്കണം, അടുപ്പിന് അടുപ്പിന്റെ മഹത്വം കൊടുക്കണം. അടുപ്പും ചട്ടിയും ഇല്ലായിരുന്നെങ്കിൽ അവർ അവിയൽ ഉണ്ടാക്കില്ലല്ലോ. അല്ലോ, മനസ്സിലാകുന്നുണ്ടോ? സമയക്കുറവുകൊണ്ടാണ് നിങ്ങളെ ഉണർത്തിയിരുത്തി പറയാൻ എനിക്ക് സമയമില്ലാതെ പോകുന്നത്. ചിലപ്പോഴെങ്കിലും നമുക്ക് എല്ലിനിടയിൽ മാംസം നിറഞ്ഞു കഴിയുമ്പം തോന്നും എൻ്റെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ നടന്നതെന്ന്. ഉസിയാവിനെ കുറിച്ച് പറയുന്നത്, അവനെ ദൈവഭയത്തിൽ നടത്തി വന്നിരുന്ന ഒരു ഉപദേശിയുടെ കാലത്ത് അവൻ ദൈവകൃപയിൽ നിന്നു. അടുത്ത വാക്യം കേട്ടു, ഒക്കെ പെട്ടെന്ന് വായിച്ചു വിട്ടോ. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് യഹോവയെ അന്വേഷിച്ചത് കൊണ്ട് കിട്ടിയതാണ്. നിങ്ങൾക്കത് അന്വേഷിക്കാൻ, നിങ്ങളെ പഠിപ്പിക്കാൻ ഒരു സഭയുണ്ടായിരുന്നു, നിങ്ങളെ ഉപദേശിക്കാൻ ഒരു ഉപദേശി ഉണ്ടായിരുന്നു. സ്തോത്രം. നിങ്ങളത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു ഉപദേശിയാണ്, അതുകൊണ്ട് എനിക്കറിയാം. ഉറക്കളച്ച് വീടുകളിൽ ചെന്നിരുന്ന് ഉപദേശിക്കുന്ന ഒരു കാലം നമുക്കുണ്ട്. ആൾക്കാർ പറഞ്ഞ ദൈവാസന്മാർ ചുമ്മാ തിന്നാൻ നടക്കുകയാണെന്ന്. ഞങ്ങളുടെ കൂടെ പണിക്ക് വാ, ഞങ്ങളുടെ കൂടെ പണിക്ക് വന്നിട്ട് ഞങ്ങൾ ചെയ്യുന്ന പണി ചെയ്യാനുള്ള ആംബിയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഞങ്ങൾ തിന്നുന്ന പോലെ തിന്നാം. സ്വതന്ത്രം. അതുപോലെ ചുമ്മാ തള്ളു പറഞ്ഞാൽ പോരാ. ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല, ഞങ്ങൾക്കൊരു സ്ഥലത്ത് ചെന്നാൽ നമ്മുടെ ആവശ്യത്തിന് പോകാൻ പറ്റില്ല. 100 കാര്യങ്ങളിൽ ഇടപെട്ട് ആ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തേണ്ടതായി വരും. അല്ലാതെ സ്റ്റേജിൽ ഈ ലൈം ലൈറ്റിൽ കാണുന്നത് പോലെ അല്ല ഞങ്ങൾ. ഒരുപാട് അധ്വാനം അതിന്റെ പുറകിൽ ചെയ്യുന്നവരാണ്. ആ ഭാഗം ഞാനിവിടെ നിർത്തി ഞാൻ മുമ്പിലേക്ക് വരിക. ഇവിടെ
ദൈവഭയത്തിൽ ഉപദേശിച്ചു വന്ന കാലത്ത് ദൈവം അവൻ അഭിവൃദ്ധി നൽകി. ഇനി താഴോട്ടുള്ള വാക്യങ്ങളിൽ അഭിവൃദ്ധിയെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ സമയക്കുറവ് കൊണ്ട് വ്യാഖ്യാനിക്കുന്നില്ല. അഭിവൃദ്ധി ഭയങ്കരമാണ് പറയുന്നത്. തകർന്നു കിടന്ന യെരൂശലേമിൽ ഉണ്ടാക്കിയ നേട്ടങ്ങൾ, കോട്ടകൾ പണിതു, ദേശങ്ങൾ പിടിച്ചെടുത്തു, പട്ടാളത്തിന്റെ എണ്ണം കൂട്ടി, ആയുധത്തിന്റെ എണ്ണം കൂട്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉസിയാവ് ചെയ്തിരിക്കുന്നത് താഴോട്ട് പറയുന്നു. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല. ഓരോന്നും വിശദീകരിച്ചാലേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. എങ്കിലും ഞാനതങ്ങ് വിടുകയാണ്, സമയമില്ലാത്ത ആ ഭാഗം വിടുകയാണ്. ഇനി താഴേക്ക് വരുമ്പോൾ അതിന്റെ 16 വാക്യം ഒന്ന്, 15-16 വായിക്കൂ. 15-16 നമ്മളിപ്പോൾ വായിക്കുന്നത് 2 ദിനവൃത്താന്തം 26-15-16 26-15-16 വായിക്കൂ. അവൻ അസ്ത്രങ്ങളും വലിയ കല്ലുകളും പ്രയോഗിപ്പാൻ ഗോപുരങ്ങളുടെയും കൊത്തളങ്ങളുടെയും മേൽ വയ്ക്കേണ്ടതിന് കൗശല പണിക്കാർ സങ്കല്പിച്ച യന്ത്രങ്ങൾ യെരൂശലേമിൽ തീർപ്പിച്ചു. അവൻ പ്രബലനായി തീരുവാൻ തക്കവണ്ണം അതിശയമായി അവന് സഹായം ലഭിച്ചതുകൊണ്ട് അവന്റെ ശ്രുതി ബഹുദൂരം പരന്നു. ആരുടെ? ഉസിയാ രാജാവിന്റെ ശ്രുതി ബഹുദൂരം പരന്നു. എന്താ കാര്യം? അവനെ ദൈവകൃപയിൽ ഒരു ഉപദേശി വളർത്തി. അവൻ ദൈവകൃപയിൽ വളർന്നു. അവൻ ബലവാനായി തീർന്നു. അവനെ കുറിച്ചുള്ള ശ്രുതി ലോകമെങ്ങും അറിഞ്ഞു. നശിച്ചു കിടന്ന രാജ്യം ദൈവകൃപയിൽ നിന്നതുകൊണ്ട്, യഹോവ അവന് വേണ്ടി യുദ്ധം ചെയ്തതുകൊണ്ട് അവന്റെ രാജ്യം പച്ച പിടിച്ചു. ആ കാര്യം ബഹുദൂരം എല്ലാ നാട്ടുകാരും അറിഞ്ഞു. അടുത്ത വിഷയം നിങ്ങൾ കേട്ടു നോക്കൂ, വായിക്കേ. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായി നിഗളിച്ചു. ഒന്നുമില്ലാതെ കിടന്നയാളാണ്. അയാളെ കുളിപ്പിച്ച് റെഡിയാക്കി മഹാരാജാവാക്കി മാറ്റിയത് ദൈവമാണ്. അതിനുവേണ്ടി ദൈവസഭ സ്ട്രോങ് ആയി നിന്നു. പക്ഷെ അവൻ ബലവാനായി. 10ാം ക്ലാസ് 3 പ്രാവശ്യം തോറ്റിട്ടാ സഭയിൽ വന്നത്. ഭൂതം പിടിച്ചിട്ട് പേരൂർക്കട ആശുപത്രിയിൽ നിന്ന് വണ്ടി പിടിച്ച് സഭയെ കൊണ്ടുവന്നത്. ഇപ്പൊ പിശാചൊക്കെ മാറി. ഇപ്പൊ IAS എഴുതിയപ്പം കിട്ടുകയും ചെയ്തു. ഇപ്പൊ രീതി അങ്ങ് മാറി. നിങ്ങളൊരു ശ്വസിക്കുന്ന പോലും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? സ്വോത്രം. അനക്കൊണ്ടോ നിങ്ങൾക്ക്? സ്വോത്രം പറയാവോ? സ്വോത്രം. നിങ്ങളെ വീണുപോയാൽ പോയി പണി പാളി. സ്വോത്രം. അതുകൊണ്ട് നിങ്ങൾ ജീവനോടിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. എല്ലാവരുടെയും മുഖവും കാണാൻ പറ്റുന്നില്ല. എൻ്റെ മുഖത്ത് വെളിച്ചടിക്കുന്നതുകൊണ്ട് എനിക്ക് എല്ലാവരുടെ മുഖവും കാണാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, നിങ്ങൾ ഉറങ്ങി വീഴാതിരുന്നാൽ മതി. ലെറ്റ്സ് കം ഡൗൺ. സി, ഇവിടെ പറഞ്ഞുണ്ടോ, നമ്മൾ ബലവാനായപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടതാ, ഞാൻ പണ്ട് ആരായിരുന്നു, എൻ്റെ അവസ്ഥ എന്തായിരുന്നു. കർത്താവിനെ അറിഞ്ഞതിന് ശേഷമാണ് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായത്. തകർന്നു പോകാമായിരുന്ന അന്തരീക്ഷത്തിൽ നിന്ന് കൂട്ടത്തോടെ ആത്മഹത്യക്ക് ഒരുങ്ങി നിന്നെടുത്ത് നിന്ന് ദൈവത്തിന്റെ മഹാകരുണ എന്നെ വിളിച്ചു വേർതിരിച്ച് എന്നെ കൊണ്ടുവന്നതാണ്. എന്നെ ഈ പരുവത്തിനാക്കിയത് ദൈവത്തിന്റെ കൃപയാണ്. സ്തോത്രം. കോഴിക്കുട്ടി പോലും കിടക്കാൻ നിവർത്തിയില്ലാതെ കിടന്ന അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ എഴുന്നേൽപ്പിച്ച് നല്ല സുന്ദരൻ വാർക്ക കെട്ടിടത്തിൽ ദൈവം കിടത്തി. എല്ലാം കൂടി ഒരുമിച്ച് ആത്മഹത്യക്ക് ഇരുന്നിടത്തുനിന്ന് ദൈവം നമ്മളെ ബലപ്പെടുത്തി എഴുന്നേൽപ്പിച്ചു. മക്കൾക്ക് വിദ്യാഭ്യാസം നൽകി. വിദേശം നന്മകൾ കയ്യിലെത്തി തുടങ്ങി. അപ്പോൾ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം നാശത്തിനായി നിഗളിച്ചു. വൈകി ഓടിച്ചു വിട്ടോ. അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്ത് ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു. അപ്പൊ അവൻ വിചാരിച്ചേട്ടാ, ഇനി ഞാൻ ധൂപം കാട്ടി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചിലർക്ക് അങ്ങനെയാണ്. ഇച്ചിരി ഒന്ന് ഉഷാറായി വരുമ്പോ ആൾക്കാർക്ക് പിന്നെ ഇച്ചിരി ശുശ്രൂഷ ചെയ്താൽ കൊള്ളാന്നൊരു താല്പര്യം. ക്യാമറയിലൊക്കെ കാണാനേ, ഇതുപോലെ സ്ക്രീനിലൊക്കെ കാണാൻ വെറുതെ ഒരു ഇഷ്ടം. അങ്ങനെ ആൾക്കാർ ഓടി നടക്കുന്ന ആൾക്കാരുണ്ട്. ഇച്ചിരി പ്രസംഗിക്കാൻ സമയം കിട്ടാൻ വേണ്ടി, ഇച്ചിരി ഒന്ന് പാടാൻ സമയം കിട്ടാൻ വേണ്ടി ഓടി നടക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഇവിടെ മൂപ്പർക്കൊരു താല്പര്യം തോന്നി. ബലവാനായപ്പോൾ പുള്ളി എല്ലായിടത്തും പുള്ളി വിരാജിക്കുന്നുണ്ട്. പുള്ളി വിചാരിച്ചു ആലയത്തിനകത്തൂടെ ഒന്ന് കളിക്കാം. സ്വാഭാവികമായിട്ട് തോന്നിയതാണ്. പിശാച് കയറി കഴിഞ്ഞാൽ ആർക്കും തോന്നും. നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ തെറ്റിദ്ധരിക്കേണ്ട, പിശാച് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലേ? ലൈം ലൈറ്റിന്റെ വെളിച്ചത്തിൽ നിന്ന് 10 വർത്തമാനം പറയണമെന്ന് ഇങ്ങനെ തോന്നി ഉടുപ്പ് മേടിച്ച് വെച്ചിട്ട് കുറെ ദിവസങ്ങളായ പലരും ഉണ്ടായിരിക്കും. അതിനുള്ളൊരു അവസരം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ തന്നെ ലൈം ലൈറ്റ് മേടിച്ച് വെച്ച് നമ്മൾ അതിന്റെ മുമ്പിൽ നിന്ന് ഷോ കാണിക്കുകയും ചെയ്യും. എന്താ ഒരു മനുഷ്യനൊന്നും മിണ്ടുന്നില്ല, ഏതാണ്ട് പ്രയാസം സംഭവിച്ച പോലെ ഇരിക്കുകയാണ്. സ്വത്രം. അങ്ങനെയുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുക, ഞാൻ വേറെ ജീവിക്കാൻ നിവർത്തിയില്ല, യൂട്യൂബ് തുടങ്ങാൻ പോവാണ്. ഞാൻ ചിരിച്ചുപോയി. ഇവരുടെ വിചാരം യൂട്യൂബിൽ കയറിയ പൈസയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് വിചാരം. ഒരു വീഡിയോ ഇട്ടാൽ അതിനെ 5-6 ആൾ കാണണമെങ്കിൽ ഭയങ്കര പണിയാണത്. കണ്ടന്റുള്ള സാധനം ഇടാൻ ഭയങ്കര പണിയാണ്.
അതിനെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ ഇടുന്നത് ഭയങ്കര പണിയാണ്. പുറത്തുനിന്ന് കാണുന്നവർ വിചാരിക്കും ഇത് ഈസിയാണ്, ഇറങ്ങി നോക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഞാനൊരു യൂട്യൂബറാണ്, സ്വന്തം എൻ്റെ പേര് ജോബി ഹാൽവിൻ. നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് വീഡിയോസ് കിട്ടും. ഭയങ്കര റിസ്ക് ആണ്, ഉറക്കളച്ചിരുന്നാണ് കാര്യം ചെയ്തത്. അതിനേക്കാളും കൊത്തമേസരുടെ കയ്യാളായിട്ട് പോയാൽ വൈകുന്നേരം ഉറപ്പായിട്ട് കാശ് കിട്ടും. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇത് തിരിച്ചറിയാൻ മേലാത്തോണ്ടാ. അപ്പൊ അവരുടെ വിചാരം എന്നെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ യൂട്യൂബിൽ ഇനി പ്രസംഗിക്കാൻ തുടങ്ങുകയാണ്. പ്രസംഗിക്കും പറയും 300 പേര് പോലും കാണുകയില്ല. അതാണ് എൻ്റെ സംഭവം, എൻ്റെ രീതി അങ്ങനെയാണ്. ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ കാണുന്നത് അതെന്തോ ദൈവത്തിന്റെ പദ്ധതിയാണ്, ഞങ്ങളൊരു ജിമിക്സും കാണിച്ചിട്ടല്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം ശ്രദ്ധിക്കുക. ഇത്രയും സംവിധാനം ഇവിടെ ഒരുക്കിയെടുക്കാൻ അതിന്റെ പിറകിൽ ദൈവദാസനും കുടുംബവും ദൈവമക്കളും അധ്വാനിച്ചത് ചില്ലറയൊന്നുമല്ല. സ്തോത്രം. അത്ര വലിയ അധ്വാനം ഉണ്ടെങ്കിലേ ഒരു ദൈവസഭയെ പടുത്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത്രയും ജനത്തെ ഇവിടെ കൊണ്ടെത്തിക്കുക കുഞ്ഞു കാര്യമല്ല. അത്രയും അധ്വാനം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. നമുക്കൊരാൾക്ക് ചാടി ലൈംലൈറ്റിലോട്ട് കയറി നിൽക്കാൻ പെട്ടെന്നൊരാഗ്രഹം തോന്നുന്നത് പാകപ്പിഴയാണ്. സ്വത്രം. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഉസിയാവ് ബലവാനായി പെട്ടെന്ന് കയ്യിൽ ധൂപമെടുത്തു. ഞാൻ സ്റ്റേജിൽ കയറാന്ന് പറഞ്ഞ് മൂപ്പര് സ്റ്റേജിലോട്ട് കയറുക. ഇനി ഒന്ന് കേട്ടോണേ, വായിക്ക്. അസര്യ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളായ യഹോവയുടെ 80 പുരോഹിതന്മാരും 80 പുരോഹിതന്മാർ 80 + 1 81 പുരോഹിതന്മാർ സ്റ്റേജിൽ കയറി ഈ രാജാവിനെ ധൂപം കാട്ടുന്നതിൽ നിന്ന് വിലക്കി. അയാൾ കേട്ടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മോഡിയെ തടുക്കണമെങ്കിൽ പറ്റുമോ? പിണറായിയെ തടുക്കണമെങ്കിൽ പറ്റുമോ? എളുപ്പമല്ല. അപ്പൊ 80 പേര് അവരുടെ ധാർഷ്ട്യത്തിന്റെ മുമ്പിൽ സംസാരിക്കാൻ കെൽപ്പുള്ള ആൾക്കാർ പോലും കുറവാണ്. ഇവർ രണ്ടുപേരും, ഞാനീ പറഞ്ഞ രണ്ടുപേരും രാജാക്കന്മാരല്ല. ഞാനീ പറഞ്ഞ ഉസിയാവ് രാജാവാണ്. രാജാവ് ധൂപം കാട്ടാൻ ആലയത്തിൽ കിടക്കുമ്പോൾ 81 പുരോഹിതന്മാർ വന്നിട്ട് രാജാവിനോട് പറയാ, പ്ലീസ് കോപം വലിച്ചു വെക്കരുത്, ഇത് ചെയ്യരുത്. എന്താ ചെയ്തെന്ന് കേൾക്കൂ, വായിച്ചോളൂ. യഹോവയുടെ 80 പുരോഹിതന്മാരും അവന്റെ പിന്നാലെ അകത്തു ചെന്ന് ഉസിയ രാജാവിനെ തടുത്ത് അവനോട്, ഉസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യരായ പുരോഹിതന്മാർക്കത്രേ. കണ്ടോ, ദൈവം ഏൽപ്പിച്ച പണി നമ്മൾ ചെയ്യണം. ദൈവം എന്താണോ ഏൽപ്പിച്ചത് അത് ചെയ്യണം. കസേരയിടാനാണ് ഏൽപ്പിച്ചെങ്കിൽ ഡു ദാറ്റ്. ഞങ്ങളൊക്കെ ഇത് ഇഷ്ടം പോലെ ചെയ്തവരാണ്, ഇപ്പോഴും ചെയ്യുന്നവരാണ്. ഇന്നും രാവിലെ ഞാൻ സഭയിലെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതെപ്പോഴും നമ്മളെ ദൈവം ഏൽപ്പിക്കൂ, വി മസ്റ്റ് ഡു ദാറ്റ്. എപ്പോഴാണ് പ്രസംഗിക്കാൻ ഏൽപ്പിക്കുന്നത് അത് ചെയ്യുക. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം കണ്ടോ, ഇത് നിനക്ക് പറ്റിയ പണിയല്ല, ഇത് തിരഞ്ഞെടുക്കപ്പെട്ടവർ ചെയ്യേണ്ടുന്ന പണിയാണ്. ഈ വിഹിതമല്ലാത്തത് നീ ചെയ്യരുത്. എന്താ സംഭവിച്ചത്? വായിച്ചു വിട്ടോ. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പൊയ്ക്കൊള്ളുക, ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത്. അത് നിന്റെ ദൈവമായ യഹോവയുടെ മുൻപാകെ നിനക്ക് മാനമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. കണ്ടോ, ഉസിയാവ് അവിടെ നിന്ന് അങ്ങ് കോപിച്ചു. ഉസിയാവ് വിചാരിച്ചത് രാജസിംഹാസനത്തിൽ ഇരുന്ന് ആജ്ഞ പുറപ്പെടുവിക്കുന്നത് പോലെ ഈസിയാണ് ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് വിടുവാ പറയുന്നെന്ന് പുള്ളി കരുതി. പുള്ളി അവിടെ നിന്ന് പുരോഹിതന്മാരോട് കോപിച്ചു. എന്ത് സംഭവിച്ചു? അവൻ പുരോഹിതന്മാരോട് കോപിച്ചുകൊണ്ടിരിക്കയിൽ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണെ അവന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. കണ്ടോ, ഇതൊക്കെ ഗൗരവമായ കാര്യമാണ്. ഉസിയാവിനെ കുറിച്ച് മാത്രം പ്രസംഗിക്കേണ്ടതാണ്. പക്ഷെ എനിക്ക് ഒരു ബൾക്ക് ഓഫ് കാര്യം ഇന്ന് നിങ്ങളെടുക്കെ പറയാനുണ്ട്. അത്രയും ആവേശത്തിലാണ് ഞാൻ ഇങ്ങനെ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഇവിടെ പറഞ്ഞോ, ഉസിയാവ് എപ്പോ കോപിച്ചു അപ്പൊ ദൈവത്തിന്റെ കോപം ഇറങ്ങി. ഉടനെ പുരോഹിതന്മാര് കൈക്ക് പിടിച്ച് തൂക്കി വെളി കളഞ്ഞു. പിന്നെ അവന്റെ ആയുസിൽ അവന് ദൈവാലയത്തിൽ കടക്കാൻ കഴിഞ്ഞതേയില്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടോ? അവന്റെ ആയുസിൽ അവന് ദൈവാലയത്തിൽ കടക്കാൻ കഴിഞ്ഞില്ല. മൈ ഡിയർ ഫ്രണ്ട്സ്, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് നിൽക്കുക, ദൈവമാക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുക. ദൈവം നമ്മളെ എന്തിന് നിയോഗിക്കുന്നു അതുമാത്രം ചെയ്യുക. ഒരടി പോലും മുമ്പിലോട്ട് നീങ്ങരുത്. പിന്നീട് ഒരിക്കലും ദൈവകൃപയിൽ നിൽക്കാൻ പോലും കഴിയാതെ ദൈവം നമ്മളെ പുറത്താക്കി കളയും. അതുകൊണ്ട് കാര്യം വളരെ ഗൗരവമായിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കഴിവുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കപ്പാസിറ്റീസ് പറയാനുണ്ടായിരിക്കും. അതെല്ലാം ഉണ്ടായിക്കോട്ടെ.
ദൈവം കയ്യിലേൽപ്പിക്കാത്ത ഒരു പണി നമ്മൾ ചെയ്യുവാൻ തയ്യാറാകരുത്. പുരോഹിതന്മാർ നമ്മെ നിയോഗിക്കാത്ത ഒരു പണി നമ്മൾ ഇറങ്ങി ചെയ്യാൻ തയ്യാറാകരുത്. അങ്ങനെ ചെയ്തിട്ടുള്ള ആരും ദൈവകൃപയുടെ സർക്കിളിൽ പിന്നീട് ഒരിക്കലും നിന്നിട്ടില്ല. അവരെല്ലാവരും സർക്കിളിന് പുറത്തേക്ക് പോയിട്ടുണ്ട്. കൃപയിൽ നിന്നും മരിക്കുകയാണ് പ്രധാന വിഷയം. ഒരുപാട് ശുശ്രൂഷ ചെയ്യുന്നതിൽ അർത്ഥമില്ല. കൃപയിൽ നിന്നും മരിക്കുക വളരെ പ്രധാനമാണ്. നിത്യതയിൽ എത്തുകയാകണം നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. ഉസിയാവിനെ ഞാൻ അവിടെ നിർത്തി. അടുത്ത രാജാവിലേക്ക് കടക്കുകയാണ്. 2 രാജാവിനെ കൂടെ പറയണം കേട്ടോ. വായിച്ചോ. യോഥാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യെരൂഷ എന്നു പേർ. അവൾ സാദോക്കിന്റെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. നേരത്തെ ആളെങ്ങനെ ചെയ്തത്? യഹോവയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തു, പൂർണ്ണ ഹൃദയത്തോടായിരുന്നില്ല. ഇപ്പോൾ കൊച്ചുമകൻ എന്താ ചെയ്യുന്നത്? യഹോവയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തു, ദൈവത്തിന്റെ ആലയത്തിൽ കടന്നില്ല. സ്തോത്രം. നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിക്ക് കാശ് കൊടുക്കും, കൺവെൻഷൻ വന്നാൽ കാശ് കൊടുക്കും, എന്തെങ്കിലും ആവശ്യം വന്നാൽ ബിരിയാണി കൊടുക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ സ്നാനപ്പെടാനോ രക്ഷിക്കപ്പെടാനോ തയ്യാറാവില്ല. ഒരു ലൈനിന് പുറത്തു നിൽക്കും. കണ്ടോ? പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഓരോ രാജാക്കന്മാരുടെ വ്യത്യാസം കണ്ടോ? അപ്പൻ വിദ്വാനെങ്കിൽ മോൻ ഇരട്ടി വിദ്വാനായിരിക്കും. ഞാൻ പറഞ്ഞിട്ട് കഥ പിടിയിട്ടുന്നുണ്ടോ? താഴോട്ട് വരുമ്പോൾ വിദ്യ കൂടി വരും. അതാ ഇവിടെ പറഞ്ഞത്. ആദ്യത്തെ രാജാവ് യഹോവയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തു. രണ്ടാമത്തെ രാജാവ് ഇഷ്ടമുള്ളത് ചെയ്തു, പൂർണ്ണ ഹൃദയത്തോടായിരുന്നില്ല. അടുത്ത രാജാവ് ഇഷ്ടമുള്ളത് ചെയ്തു, ആലയത്തിൽ കടന്നില്ല. ഇനി കേട്ടു നോക്കെ. താഴോട്ട് വായിക്ക്. ജനമോ വഷളത്വം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ജനം വഷളത്വം പ്രവർത്തിച്ചു. കണ്ടോ? അടുത്ത രാജാവിനെ കൂടെ വായിച്ച് ഞാൻ ആ ഭാഗം ക്ലോസ് ചെയ്യാണ്. 29 വരൂ. 28 വേണ്ട, 29 വരൂ. യെഹിസ്കിയാവ് 25 വയസ്സിൽ വാഴ്ച തുടങ്ങി. 29 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് അബിയ എന്ന് പേർ. അവൾ സെഖര്യാവിന്റെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ ദാവീദ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവിടുത്തെ പദപ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? അവൻ തന്റെ അപ്പനായ ദാവീദ് ചെയ്തതുപോലെ. വളരെ ശ്രദ്ധിക്കുക. അവന്റെ അപ്പൻ ദാവീദല്ല. പക്ഷെ അവിടെ പറയാണ് അവൻ തന്റെ അപ്പനായ ദാവീദ് ചെയ്തതുപോലെ യഹോവയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവന്റെ തൊട്ടപ്പൻ മുകളിൽ നിൽപ്പുണ്ട് അമസ്യാവ്. അയാൾ ദൈവത്തിന് ഹിതമുള്ളത് ചെയ്തില്ല. അതിന്റെ മുകളിലുള്ളവനും ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്തില്ല. മുകളിലോട്ട് നോക്കുമ്പോൾ ഒരുത്തനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തില്ല. ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ രഹബയാം നിൽപ്പുണ്ട്. അതിന്റെ മുകളിൽ കയറുമ്പോൾ ശലോമോൻ നിൽപ്പുണ്ട്. അയാളും യഹോവയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തില്ല. പിന്നെ അയാൾ എന്തോ ചെയ്തു? അതിന്റെയും മുകളിൽ കയറി. ആ ലൈനിൽ യഹോവയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിച്ച ദാവീദിന്റെ അനുഭവം തന്റെ ജീവിതത്തിൽ ഒപ്പിയെടുക്കാൻ അയാൾ തയ്യാറായി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ നോക്കി, മോശം ചെയ്യുന്നവരെ നോക്കി മോശമാവാനല്ല ശ്രമിക്കേണ്ടത്. ആ ലൈനിൽ ആരാണോ നല്ലത് ചെയ്യുന്നത് അയാളെ നോക്കി നമ്മൾ നന്മ സ്വീകരിക്കാൻ തയ്യാറാവണം. നമ്മളൊക്കെ പറയുന്ന ഡയലോഗ്, എനിക്കറിയാം അയാളെ, എനിക്കറിയാം ഇയാളെ. നിങ്ങൾക്ക് 10 പേരെ അറിയാൻ പറ്റത്തുള്ളൂ. യൂട്യൂബിൽ നോക്കിയാൽ ദൈവദാസന്മാരുടെ മോശം പ്രവർത്തികളെന്നും പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 1, 2, 5 പേരെ കാണാനൊക്കൂ. പക്ഷേ 100 കണക്കിന് വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവദാസന്മാർ ഈ ഭൂപരപ്പിൽ ജീവിച്ചിരിപ്പുണ്ട്. തകർന്നുപോയ വളരെ ചുരുക്കം പേര് യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തും വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവകൃപയിൽ നിൽക്കുന്ന ആയിരക്കണക്കിന് ദൈവദാസന്മാരുണ്ട്. വിശുദ്ധിയെ തികച്ച അക്കര നാട്ടിൽ ചെന്നെത്തിയ അനേകം വിശുദ്ധന്മാരുണ്ട്. അവരുടെ ജീവിതത്തെ, അവരുടെ അവസാനം ഓർത്ത് അതാണ് നമ്മൾ അനുകരിക്കേണ്ടത്. സന്തോഷമുള്ളവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വളരെ ഗൗരവത്തോടെ തിരിച്ചറിയണം. സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, വേസ്റ്റ് മാത്രം വലിച്ചെറിയുന്ന സ്ഥലമാണത്. അല്ലെ? പണ്ട് പുളിയറക്കോണത്തല്ലേ, വിളപ്പിശാലയില് വേസ്റ്റ് കൊണ്ട് തള്ളുന്ന സ്ഥലം ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്നൊക്കെ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഈ സ്ഥലത്തൂടെയൊക്കെ ഞങ്ങൾ വരുമ്പോൾ അന്ന് 2 വീലറിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അന്ന് ഇഷ്ടമാതിരി ലോറികൾ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇത് കംപ്ലീറ്റ് വേസ്റ്റ് ആണ്. ഇത് പോയി കഴിഞ്ഞാൽ 1/2 മണിക്കൂർ നമുക്ക് പോകാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നാറ്റമാണ്. പിന്നീട് അവർ സമരം ചെയ്ത് അത് മാറ്റിയത്. അപ്പൊ നമ്മൾ വിചാരിക്കും തിരുവനന്തപുരം മുഴുവൻ നാറ്റമാണ്. അല്ല, തിരുവനന്തപുരത്ത് വേണ്ടാത്ത സാധനം ചുമന്നു പോകുന്ന വണ്ടിയാണത്.
തിരുവനന്തപുരം മണമുള്ളത് തന്നെയാണ്, തിരുവനന്തപുരം വൃത്തിയുള്ളത് തന്നെയാണ്. അവിടുത്തെ വൃത്തിഹീനതകൾ മാത്രം വലിച്ചു കൊണ്ടുപോകുന്നതിനെ അത് കണ്ടിട്ട് അത് മണപ്പിച്ചിട്ട് തിരുവനന്തപുരം മുഴുവൻ മോശമാണെന്ന് നിങ്ങൾ വിലയിരുത്തരുത്. കൃത്യമായി നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം, വിശുദ്ധന്മാരോട് ചേർന്ന് നിൽക്കുവാൻ, സാക്ഷ്യമുള്ള ദൈവമക്കളോട് ചേർന്ന് നിൽക്കുവാൻ ദൈവജനം തയ്യാറാകണം. വീണുപോയവനെ കുറിച്ച് പഠിക്കരുത്. അവൻ എങ്ങനെ വീണു എന്നതിന്റെ കഥ പഠിച്ചിരിക്കുകയല്ല ആത്മീകന്റെ ലക്ഷ്യം. സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അവർ ഓടി ജയിച്ചതുപോലെ നമ്മൾ ഓടണം, നമുക്ക് ജയിക്കണം. അതിന് കഴിയണമെങ്കിൽ പരാജയപ്പെട്ടവന്റെ കഥ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയതാണോ സോഷ്യൽ മീഡിയ എന്ന് എനിക്കറിയില്ല. കൈൻഡ്ലി സ്റ്റേ അവേ ഫ്രം സോഷ്യൽ മീഡിയ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം തപ്പുവാൻ നിങ്ങൾ തയ്യാറാവുക. അപകടത്തിൽപ്പെടുത്തുന്ന ഒന്നിലും ചെന്ന് വീഴാതിരിക്കുക. ഇവിടെ പറഞ്ഞത് കണ്ടോ, ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്ത ദാവീദിന്റെ വഴി ഇയാള് നോക്കി അതനുസരിക്കുവാൻ തയ്യാറാവുകയാണ്. സ്തോത്രം. ഞാൻ ഒരു ചെറിയ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് കഥ മനസ്സിലാവും. ഞാനിന്ന് ഒരുപാട് സംഭവം ഒന്നും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സംഭവം ജസ്റ്റ് ഒന്ന് പിടികിട്ടാൻ വേണ്ടിയിട്ടും മാത്രം. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. എന്താണ് രാജാക്കന്മാരുടെ സംഭവം എന്ന് പിടികിട്ടാൻ വേണ്ടി കേട്ടോ. ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവ് ശൗലാണ്, നമുക്കറിയാം. രണ്ടാമത്തെ രാജാവ് ദാവീദാണ്, അതും നമുക്കറിയാം. മൂന്നാമത്തെ രാജാവ് ശലോമോനാണ്. കണ്ടോ, ഈ മൂന്ന് രാജാക്കന്മാർ ഭരിക്കുമ്പോഴും ഇസ്രായേൽ ഏകീകൃത രാജ്യമായിരുന്നു. ഇസ്രായേൽ ഒറ്റയ്ക്ക് കിടന്ന രാജ്യമായിരുന്നു. ഈ മൊത്തത്തിൽ ഒറ്റ രാജ്യമായിരുന്നു. കണ്ടോ, നീല കളർ കാണുന്നതാണ്, ഒറ്റ രാജ്യമായിരുന്നു. സ്തോത്രം. ഈ മൂന്ന് രാജാക്കന്മാർ ഭരിക്കുമ്പോഴും. പക്ഷെ ദൈവം പറഞ്ഞതുപോലെ നേരെ ചൊവ്വേ ജീവിക്കാതെ വന്നപ്പോൾ ശലോമോന്റെ കാലത്ത് കർത്താവ് രാജ്യത്തെ രണ്ടാക്കി പകുത്തു, നോർത്ത് ആൻഡ് സൗത്ത്. കണ്ടോ, ഇങ്ങനെ പകുത്ത് കളഞ്ഞു, ഇങ്ങനെ രണ്ടാക്കി കളഞ്ഞു. കണ്ടോ, ഇപ്പൊ രാജ്യം രണ്ടായി മാറി. കണ്ടോ, രണ്ടായി മാറി. ഒരു സൈഡിൽ ജെറോബയാമും മറു സൈഡിൽ രഹബയാമും ഭരണം നടത്തി. കണ്ടോ, ഇനി രാജാക്കന്മാരെ കുറിച്ച് ഞാൻ പറയില്ല, ഞാൻ താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ റൂട്ട് മാപ്പ് കിട്ടാൻ വേണ്ടി പറയുകയാണ്. കേട്ടോ, രണ്ട് ലൈൻ ഇങ്ങനെ വരികയാണ്, ഇങ്ങനെ വന്നു. നമ്മളിപ്പോൾ പറഞ്ഞ് കൊണ്ടിരിക്കുന്നയാള് ഇപ്പുറത്തെ ലൈനിലാണ്. നമുക്ക് ആ ആളിനെ കുറിച്ച് തൽക്കാലം ഇപ്പൊ തൊടണ്ട. ജഹോശാഫാത്തിന് മുമ്പിൽ ഓക്കെ, ആ ഭാഗം അവിടെ നിൽക്കട്ടെ. അയാളുടെ പേര് ഞാൻ പിന്നീട് എടുത്തു തരാം. അപ്പോ ഈ രണ്ട് ലൈനിൽ നിൽക്കുന്ന ആള്, ഈ രണ്ട് ലൈനിലും നേരെ ചൊവ്വേ വൃത്തിയുള്ള ഒരു രാജാക്കന്മാരും ഇല്ലാതെ വരുമ്പോൾ ഈ ലൈനിൽ ഏറ്റവും മുകളിലേക്ക് പോയിട്ട് അയാൾക്ക് എടുക്കാൻ പറ്റുമെന്നുള്ള ഒരാളിനെ എടുക്കുകയാണ് ദാവീദ്. കണ്ടോ, ഈ ലൈനിൽ ദാവീദിനെ എടുക്കുകയാണ്. ദാവീദ് യഹോവയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തു. അതുകൊണ്ട് ദാവീദിന്റെ ജീവിത രീതി ഇയാള് സ്വീകരിക്കാൻ തയ്യാറാവുകയാണ്. ഞാൻ അടുത്ത ഭാഗത്തേക്ക് നിങ്ങളെ കൊണ്ടുവരാം. ഇനി എനിക്ക് ഇതിൽ പറയാനുള്ള പ്രധാനപ്പെട്ട ശില്പി ആഖാസാണ്. എന്തുകൊണ്ട് ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് അറിയാമോ? 7-ാം വയസ്സിൽ നമ്മുടെ അപ്പൂപ്പൻ എങ്ങനെ രാജാവായി എന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് പറഞ്ഞു വരുന്നത്. അങ്ങോട്ടുള്ള ഒരു അല്പം പറഞ്ഞു. ഇനി അയാളുടെ ഇച്ചിരി ബാക്ക്ഗ്രൗണ്ട് കൂടി പറഞ്ഞ് ഞാൻ നമ്മുടെ യോവാസിലേക്ക് വരും. അപ്പൊ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ഉറക്കം ഇല്ലാത്തവർക്ക് സ്വതന്ത്രം പറയാവോ? നല്ല ഉഷാറായിട്ടൊരു ഹല്ലേലൂയ പറയാവോ? ഒരു കാരണവശാലും നിങ്ങൾ കേൾക്കാൻ സാധ്യത ഇല്ലാത്തൊരു മെസ്സേജാണ് ഈ മെസ്സേജ്. സ്വതന്ത്രം. ദേവദാസൻ എന്നോട് 2-ാം വരവിനെ കുറിച്ചൊന്ന് സൂചിപ്പിക്കണമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ എപ്പോഴും 2-ാം വരവ് പ്രസംഗിക്കുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കണമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് എനിക്കിന്നൊരു നിയോഗം തോന്നാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചു വരുന്നത്. ഈ ഭാഗം മിക്കവാറും ആരും പ്രസംഗിക്കാൻ സാധ്യത കുറവാണ്. പ്രസംഗിച്ചാലൊട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനും സാധ്യത കുറവാണ്. കാരണം ഇതൊരല്പം റിസ്ക് ഉള്ളൊരു ഏരിയയാണ്. ഏതായാലും ഞാൻ ഇത് മനസ്സിലാക്കി തരാൻ തന്നെയാണ് ഉദ്ദേശിച്ച് തന്നെയാണ് ഇന്ന് മെനക്കെട്ട് വന്നത്. എന്തായാലും ഞാൻ മനസ്സിലാക്കി തരും. സ്വതന്ത്രം. അതിനുള്ള സമയം എൻ്റെ മുമ്പിലുണ്ട്. ശ്രദ്ധിക്കുക. അപ്പൊ രാജാക്കന്മാർ പ്രധാന ഘടകമാണ്. അവരുടെ ഭാര്യമാർ, അവരുടെ അമ്മമാർ എല്ലാം പ്രധാന ഘടകമാണ്. ഇതിൽ ഒമ്രി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒമ്രി വന്നിട്ട് അടുത്തു വരുന്നത് ആഹാബാണ്. നമുക്ക് പരിചയമുള്ള ഒരു രാജാവാണ് അല്ലേ? എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്കും ഏലിയാവ് ഉണ്ടെങ്കിൽ ആഹാബ് ഉണ്ട് അല്ലേ? അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ആഹാബ്. ഇസ്രായേൽ എന്ന വലിയ രാജ്യത്തെ ദൈവം തൻ്റെതാക്കി നിർത്താൻ ഉദ്ദേശിച്ച് രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും ദൈവം നിർത്തിയിട്ട് ദൈവമാണ് ഭരണം നടത്തുന്നത്. പക്ഷേ ജനം വഴിതെറ്റിപ്പോകുമ്പോൾ ദൈവത്തിന് ജനത്തെ അടിമത്വത്തിൽ വിടേണ്ടി വന്നു. ഒടുവിൽ ദൈവവും ജനവും തമ്മിൽ ഒരു വല്ലാത്ത ക്ലാഷ് നമ്മൾ കാണുന്നതാണ് രംഗം. ഇതിന്റെ ഇടയിൽ ഇസ്രായേലിൽ വരുന്ന രാജാവാണ് ആഹാബ്. ഇനി അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ 7-ാം വയസ്സിൽ യോവാശ് എങ്ങനെ രാജാവായി എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാന ഘടകം. അയാളുടെ ലൈഫ് സ്റ്റൈലുമാണ് നിങ്ങളോട് പറയാനുള്ള ഘടകം. അതെന്തിനാണ് ഞാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ ചില യോവാശുമാരുണ്ട്. അല്ല, നമ്മൾ എല്ലാവരും യോവാശുമാർ തന്നെയാണ്. എങ്ങനെയാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത് എന്നതാണ് എനിക്കിത് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ്. ലെറ്റ്സ് കം ബാക്ക്.
ആഹാബിലേക്ക് നമുക്ക് വരാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 16-ാം അധ്യായം 28 മുതൽ ഒന്ന് വായിക്കൂ. ഒമ്രി തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ശമരിയിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ ആഹാബ് അവന് പകരം രാജാവായി. യഹൂദ രാജാവായ ആസയുടെ 38-ാം ആണ്ടിൽ യഹൂദ രാജാവായ ആസ, അതിപ്പുറത്താണേ, ആസയുടെ 38-ാം ആണ്ടിൽ ഒമ്രിയുടെ മകനായ ആഹാബ് ഇസ്രായേലിൽ രാജാവായി. വായിക്കൂ. ഒമ്രിയുടെ മകനായ ആഹാബ് ശമരിയിൽ ഇസ്രായേലിനെ 22 സംവത്സരം വാണു. ഒമ്രിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന ഈ ആഹാബിനെ കുറിച്ച് പറയാണ്. ലാസ്റ്റിൽ കാണിച്ചിരിക്കുന്ന ആളാണ് ആഹാബ്. ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അങ്ങനെ നല്ല നിലവാരമുള്ള ആൾക്കാരുണ്ട് കേട്ടോ. നമ്മുടെ സഹോദരന്മാരെല്ലാവരെക്കാളും വളരെ മോശമായി പ്രവർത്തിക്കാൻ കഴിവുള്ള ആൾക്കാർ ഇതിനകത്തും ഉണ്ടാവും ഇല്ലേ? ബാക്കി എല്ലാ വിശ്വാസികളെക്കാളും മോശമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ആൾക്കാർ എല്ലായിടത്തും ഉണ്ടാവും. ഒരു കട്ടിലാവുമ്പോൾ 4 കാലും വേണമെന്ന് പറഞ്ഞ പോലെ എല്ലാ സൈസും ഉണ്ടാവും ഇല്ലേ? നിങ്ങളെല്ലാവരും ഇങ്ങനെ മിണ്ടാതിരിക്കുക, ഞങ്ങൾ ആ സൈസിൽ പെട്ടതല്ല എന്ന മട്ടിന്. സാരമില്ല, പറയുമ്പോൾ മനസ്സിലായിക്കോളും. ആഹാബ് മറ്റെല്ലാരെക്കാളും വളരെ മോശമായി പെരുമാറി, യഹോവയ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്തു. വായിക്കേ. നെബോത്തിന്റെ മകനായ യെരോബയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് പാപം തികയാതെ വന്നതുകൊണ്ട് അവൻ സീദോനിയ രാജാവായ ഏത് ബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും. ശ്രദ്ധിച്ചോണേ, ഇസ്രായേലിന്റെ നാശം അതിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നത് ഈ ഒരു വിവാഹത്തിലാണ്. ആഹാബ് ഇസബേൽ വിവാഹം. ഒരു വിവാഹം മതി ഒരു രാജ്യം നശിക്കാൻ. ഒരു വിവാഹം മതി ഒരു ഗോത്രം നശിക്കാൻ. ഒരു വിവാഹം മതി ഒരു സഭ നശിക്കാൻ. മനസ്സിലാകുന്നു എന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്വന്തം രാജ്യമായ ഇസ്രായേലിൽ പാപം തികയില്ലെന്ന് വെച്ച് പാപത്തിന്റെ ആഘാതം കൂട്ടത്തക്ക നിലയിൽ ആഹാബ് ഒരു വിവാഹം കഴിക്കുന്നു. സീദോന്യരിൽ നിന്ന് ഇസബേൽ എന്നൊരു സ്ത്രീയെ ആഹാബ് വിവാഹം കഴിക്കുകയാണ്. ഇനി ചാർട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഭയങ്കര ഗൗരവമുള്ള സംഭവമാണ്. ഇതിനിടയ്ക്കെന്നാണ് നമ്മൾ യോവാശിനെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, വിവാഹം വളരെ പ്രധാനപ്പെട്ടതാണ്. വിവാഹം മാന്യമായതാണ്. വിവാഹം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്രായേലിന് കൃത്യമായ ഉപദേശം, വിവാഹം കഴിക്കുമ്പോൾ ജാതികളിൽ നിന്ന് എടുക്കരുത്. ഇത് ദൈവമക്കളാകുന്ന നമുക്കും ഉള്ള സന്ദേശം തന്നെയാണ്. വിവാഹം ദൈവത്താൽ സംഭവിക്കണം. ദൈവമായിരിക്കണം നമുക്ക് വിവാഹം തരേണ്ടത്. നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ടത് തപ്പിയെടുക്കുന്ന അനുഭവത്തിലേക്ക് നിങ്ങൾ പോകരുത്. പെണ്ണിനെ കാണാൻ കൊള്ളാന്നുള്ളത് കൊണ്ടും മുടിക്ക് നീളമുള്ളത് കൊണ്ടും ചെറുക്കൻ ഓസ്ട്രേലിയൻ വീസ ഉള്ളത് കൊണ്ടും നിങ്ങൾ വിവാഹത്തിന് തയ്യാറാകരുത്. ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവദാസന്മാരുടെ കൈക്കീഴിൽ ദൈവകൃപയിൽ ആശ്രയിച്ചു വേണം വിവാഹത്തിന് കാലെടുത്തു വെക്കാൻ. വിവാഹത്തിന് അടി കിട്ടിയാൽ പിന്നെ ആയുസിനാൾ നിവരില്ല. പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഡിവോഴ്സ് ദൈവമക്കൾക്ക് യോജിച്ചതല്ല. തമ്മിലടി ദൈവമക്കൾക്ക് യോജിച്ചതല്ല. അതിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ദൈവകൃപയിൽ നിലനിന്ന് ദൈവദാസന്മാരുടെ കൈക്കീഴിൽ നമ്മൾ തീരുമാനിക്കണം. അല്ലാതെ നമുക്കിഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാൻ തയ്യാറാകരുത്. തിരഞ്ഞെടുത്ത മനുഷ്യൻ ആഹാബ് ഇസബേലിനെ വിവാഹം കഴിച്ചു. എന്താ പറ്റിയതെന്ന് കേൾക്കൂ, വായിച്ചോ. ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു. താൻ ശമരിയിൽ പണിത ബാലിന്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിനൊരു ബലിപീഠം ഉണ്ടാക്കി. ആഹാബ് ഒരു അശേര പ്രതിഷ്ഠയും ഉണ്ടാക്കി. അതിന് മുമ്പ് ഒരു ഡയലോഗ് കൂടി പുള്ളി പറയുന്നുണ്ട്, വായിക്കാതെ വിട്ടുപോയതായിരിക്കാം. അവൻ തന്റെ പിതാക്കന്മാരായ ഒരു വാക്യം ഒന്ന് കയറ്റി വായിച്ചേ, 31. നെബൂത്തിന്റെ മകനായ യെരോബയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീദോനിയ രാജാവായ യെരോബയാമിന്റെ പാപങ്ങളിൽ നടന്നത് അവന് തികഞ്ഞില്ല. യെരോബയാമിന്റെ പാപം എന്താണെന്ന് അറിയാമോ? യെരോബയാം ഈ ലൈനിലാണ് വരുന്നത്. ഈ ലൈനിൽ രഹബയാമാണ് വരുന്നത്. രഹബയാം ശലോമോന്റെ മകനാണ്. ശലോമോന്റെ മകൻ യഹൂദ രാജാവായി മാറുമ്പോൾ യെരോബയാം ഇസ്രായേൽ രാജാവായി മാറുകയാണ്. അപ്പോൾ അയാൾ ചെയ്തൊരു പരിപാടി, എന്റെ ജനം, ഒരു വാക്യം ഒന്ന് വായിച്ചേ, 12-ാം അധ്യായം, സെയിം പുസ്തകം 12-ാം അധ്യായം 25 മുതൽ 12 വാക്യം ഒന്ന് വായിക്കൂ. 25 മുതൽ
അനന്തരം യെരോബയാം എഫ്രീം മലനാട്ടിൽ ഷേക്കേം പണിത് അവിടെ പാർത്തു. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് പെനുവേലും പണിതു. എന്നാൽ യെരോബയാം തന്റെ മനസ്സിൽ രാജത്വം വീണ്ടും ദാവീദ് ഗൃഹത്തിനായി പോകും. ഈ ജനം യെരൂശലേമിൽ യഹോവയുടെ ആലയത്തിൽ യാഗം കഴിപ്പാൻ ദൈവത്തെ ആരാധിക്കാൻ ചെന്നാൽ ഈ ജനത്തിന്റെ ഹൃദയം യഹൂദ രാജാവായ രഹബയാം എന്ന തങ്ങളുടെ യജമാനെങ്കിലേക്ക് തിരിയുകയും അവർ എന്നെ കൊന്ന് യഹൂദ രാജാവായ രഹബയാമിന്റെ പക്ഷം ചേരുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇതാണ് യെരോബയാമിന്റെ ബുദ്ധി. യെരോബയാം നോക്കിയപ്പോ ജനം മുഴുവൻ രഹബയാമിന്റെ കൂടെ പോയാൽ ജനം ദൈവത്തെ ആരാധിക്കാൻ യെരൂശലേമിൽ പോകും. ഒടുവിൽ ഇവർ എന്നെ കൊല്ലും. ഇവര് മുഴുവനായിട്ട് സഭയായി വളരാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കിയ യെരോബയാം ചെയ്ത പരിപാടി 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഒന്നിനെ ഗാദിലും ഒന്നിനെ ദാനിലും മറ്റൊന്നിനെ ബഥേലിലും സ്ഥാപിച്ചു. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് ആരാധനയ്ക്ക് പോവാതിരിക്കാൻ, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് ആരാധനയ്ക്ക് വരാതിരിക്കാൻ ഒരു കാളക്കുട്ടിയെ അമരവളയിലും ഒരു കാളക്കുട്ടിയെ വാളയാറിലും വെച്ചു എന്ന് പറയുന്ന പോലെ. കാര്യം പിടികിട്ടിയോ നിങ്ങൾക്ക്? ജനം ദൈവത്തിന്റെ അടുക്കൽ വന്ന് ഗുണം പിടിക്കാതിരിക്കാൻ, ജനത്തെ തെറ്റിച്ച് കളയാൻ, ജനം ദൈവത്തിന്റെ മക്കളുടെ അടുക്കൽ ഒരുമിച്ച് വരാതിരിക്കാൻ, ജനത്തിന്റെ ഇടയിൽ ഭിന്നതയുണ്ടാക്കാൻ 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി യവൻ ജനത്തെ സേവിപ്പിച്ചു. അത് തികയാതെ വന്നതുകൊണ്ട് ഇവിടെ ആഹാബ് ചെയ്തത് ഇസബേലിനെ വിവാഹം കഴിച്ചു. ഇസബേലിനെ വിവാഹം കഴിച്ചതിൽ അടുത്ത പ്രശ്നം, ഒരു ദിവസം അതിൽ ഏറ്റവും ഒരു പരുവക്കേട് വന്നൊരു സംഭവം എന്ന് പറയുന്നത് 21-ാം അധ്യായമാണ്. നിങ്ങൾക്കെല്ലാം പരിചയമുള്ള വിഷയമാണ്. ഞാൻ ഒറ്റ വാക്കിൽ അത് പറഞ്ഞേച്ചങ്ങ് വിട്ടേച്ച് ഞാൻ യോവാസിലേക്ക് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദാസനായ നാബോത്തിന്റെ അടുക്കൽ ആഹാബ് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്റെ മുന്തിരിത്തോട്ടം വേണം. എന്തിനാണ്? എനിക്ക് ചീര നടാൻ വേണ്ടിയാണ്. കാരണം എനിക്ക് ചീര കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ മുന്തിരിത്തോട്ടം തന്നെ വേണം, അതിൽ തന്നെ എനിക്ക് ചീര നടണം. അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് അല്ലേ? നാബോത്ത് പറഞ്ഞു, കൊന്നു കളഞ്ഞാൽ ഞാൻ എൻ്റെ തോട്ടം തരുകയില്ല. അവസാനം തമ്മിൽ ക്ലാഷായി, വിഷയമായി. രാജാവിന് കിട്ടത്തില്ലെന്നായി. രാജാവ് ഇച്ചിരി കൊള്ളാന്നുള്ള മനുഷ്യനായതുകൊണ്ട് അയാൾ വീട്ടിൽ ചെന്ന് വിഷമിച്ചിരിക്കുകയാണ്. അതിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോ അയാൾ വിഷമിച്ചിരിക്കുകയാണ്. ഒന്ന് വായിച്ചോക്കെ, 21:6. അവൻ അവളോട്, ഞാൻ ഇസ്രായേലിനായ നാബോത്തിനോട് നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വിലയ്ക്ക് തരേണം. അല്ല നിനക്ക് സമ്മതമെങ്കിൽ അതിനു പകരം വേറെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ, ഞാൻ എന്റെ മുന്തിരിത്തോട്ടം നിനക്ക് തരികയില്ല എന്ന് പറഞ്ഞത് കൊണ്ടത്രേ എന്ന് പറഞ്ഞു. അവന്റെ ഭാര്യ ഇസബേൽ അവനോട്, ശ്രദ്ധിച്ചോണേ, ഞാൻ ഇത്തിരി സ്പീഡാണെന്ന് എനിക്കറിയാം, വളരെ ശ്രദ്ധിച്ചോണേ. ആഹാബ് ചെന്ന് തോട്ടം ചോദിച്ചിട്ട് തരാത്തോണ്ട് വിഷമിച്ചിരിക്കുക. അപ്പൊ ഭാര്യ ഇങ്ങനെ പോകുമ്പോൾ ഭർത്താവ് വിഷമിച്ചിരിക്കുന്നതിനോട് ചോദിച്ചു, എന്താടാ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ചോദിക്കുന്ന ആന്റിമാരുണ്ട്, മിടുക്കിമാരായ ആന്റിമാർ അങ്ങനെ ചോദിക്കും. അപ്പൊ ചോദിച്ചു, എന്താടാ നീ വിഷമിച്ചിരിക്കുന്നത്? അപ്പൊ പുള്ളി പറയാണ്, ഞാൻ ചെന്ന് തോട്ടം ചോദിച്ചിട്ട് അവൻ തന്നില്ല, പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടും തന്നില്ല, എന്നാൽ വേറെ തോട്ടം കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവൻ തന്നില്ല, അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുകയാണെന്ന് പറയാ. അപ്പൊ പെണ്ണുപിള്ള തിരിച്ചു പറയുന്നത് കേട്ടോണേ, വായിക്ക്. അവന്റെ ഭാര്യ ഇസബേൽ അവനോട്, നീ ഇന്ന് ഇസ്രായേലിൽ രാജ്യഭാരം വഹിക്കുന്നുവോ? അയ്യോ മാനം കെട്ടവനെ, നീയാണോ ഇസ്രായേലിന്റെ രാജാവ്? ഇങ്ങനെ ഭർത്താക്കന്മാരെ ഇളക്കി വിട്ട് അടിവേണിപ്പിക്കുന്ന ഭാര്യമാരുണ്ട്. 1-2 പേരുണ്ടായിരുന്നു, അവരിന്ന് വന്നിട്ടില്ല. ഒരാളായിട്ടേ ഉള്ളൂ, കൈവക്കി കാണിക്കുകയാണ്. സ്വതന്ത്രം ഞാൻ പറഞ്ഞോ. മര്യാദയ്ക്ക് ഇരിക്കുന്ന ഭർത്താക്കന്മാരെ ഇളക്കി വിടുന്നത് ഈ ഫുൾ കൺട്രോൾ ഇരിക്കുന്ന ഭാര്യമാരുടെ കയ്യിലാണ്. നമ്മളൊരു ഫാമിലി സെമിനാർ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോഴും വരുമ്പോൾ അതൊക്കെ പറഞ്ഞുതരാം, കേൾക്കണമെന്നുള്ളവർ അപ്പോഴും വന്നാൽ മതി. ഇപ്പൊ ഒന്നും പറയാൻ പറ്റുകയില്ല. ആന്റിമാരാണ് ഇതിന്റെ ഫുൾ കൺട്രോൾ. 8 മണിക്ക് ആരാധനയ്ക്ക് വരണമെന്ന് ആന്റിമാര് വിചാരിച്ചാൽ 7:50 എത്തിച്ചിരിക്കും. 10 ആയാലും സാരമില്ലെന്ന് ആന്റിമാര് വിചാരിച്ചാൽ 11 മണിക്ക് എത്തുള്ളൂ. അതിന് സംശയമൊന്നും വേണ്ട. ആന്റിമാരുടെ കയ്യിലാണ് ഇതിന്റെ മുഴുവൻ താക്കോല്, അല്ലേ? ഉറപ്പാണ്. ഇത് കേട്ടോളൂ, സമയമില്ല, വായിക്കേ. എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക. അയ്യോ, നീ എഴുന്നേറ്റ് വല്ലതും കഴിക്കേ. നിന്റെ മനസ്സ് തെളിയട്ടെ, നിന്റെ മനസ്സ് വൃത്തിയാകട്ടെ. ഇസ്രായേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞു. ഇസ്രായേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരും. മിടുക്കനല്ലേ? മിടുക്കല്ലേ അവളെ? അതാണ് പെണ്ണ്. അപ്പൊ ഈ ഇസബേൽ വന്ന് ഈ രാജ്യത്ത് കയറിയതാണ് ഈ രാജ്യത്തിന്റെ നാശം. കണ്ടോ? മറ്റേ ആൾക്കൊരല്പം ദൈവഭയമുണ്ട്, ഒരല്പം മനുഷ്യത്വമുണ്ട്. അയാൾ ചെന്ന് തോട്ടം ചോദിച്ചിട്ട് കിട്ടാതെ വന്നപ്പോ മൂപ്പര് പറയാണ്, എനിക്കത് കിട്ടിയില്ല, അതിന്റെ വിഷമത്തിലിരിക്കുക. അവള് ചോദിക്കുക, നീ ആണോടെ രാജാവ്, വല്ലതും കഴിച്ചിട്ടൊന്ന് കിടക്ക, ഞാൻ ഇപ്പൊ തയ്യാറാക്കി തരാം. അങ്ങനെയുള്ള ഫസ്റ്റ് ക്ലാസ് ആന്റിമാരുണ്ട്.
പെണ്ണൊരുമ്പിട്ടാൽ എന്ന് കേട്ടിട്ടില്ലേ? അതാണ് സാധനം. സ്തോത്രം. താഴോട്ട് വായിക്ക്. അങ്ങനെ അവൾ ആഹാബിന്റെ പേർ വെച്ച് എഴുത്തെഴുതി. അങ്ങനെ അവൾ ആഹാബിന്റെ പേര് വെച്ച് എഴുത്തെഴുതി എന്ന് പറഞ്ഞാൽ ആഹാബിന്റെ ലെറ്റർ പേഡിൽ ഇവള് ലെറ്റർ എഴുതി. അങ്ങനെയുള്ള മിടിക്കുമാരുണ്ട്. നിങ്ങൾ മൊത്തം ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതുകൊണ്ട് എനിക്ക് കാര്യം പിടികിട്ടി. ഞാൻ വേഗത്തിൽ പോവുകയാണ്. സ്വത്രം. ആഹാബിന്റെ ലെറ്റർ പാഡിൽ വെളിയിലത്തെ രാജ്യത്തിൽ നിന്ന് കല്യാണം കഴിച്ച് ഇസ്രായേലിൽ വന്ന ഇസബേൽ കത്തെഴുതുകയാണ്. വായിക്ക്. അവന്റെ മുദ്ര കൊണ്ട് മുദ്രയിട്ടു. അവന്റെ മുദ്ര അവൾ ഉപയോഗിച്ചു. വായിക്ക്. എഴുത്ത് നാബോത്തിന്റെ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാർക്കും പ്രധാനികൾക്കും അയച്ചു. നാബോത്തിലെ കുടുംബശ്രീക്കാർക്കും അയൽക്കൂട്ടംകാർക്കും അയച്ചു കൊടുത്തു. വായിക്ക്. എഴുത്തിൽ അവൾ എഴുതിയിരിക്കുന്നത് എന്തെന്നാൽ, എഴുത്തിലെ എഴുത്ത് ശ്രദ്ധിക്കൂ, നിങ്ങളൊരു ഉപവാസം പ്രസിദ്ധമാക്കി നാബോത്തിന്. നല്ല കാര്യം, ഒരു ഉപവാസം വെക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരും വിചാരിക്കും നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. അല്ല, 1-ാം ക്ലാസ് പണി കൊടുക്കാൻ ഒരു ഉപവാസം. അമ്മായിയമ്മയ്ക്ക് പണി കൊടുക്കാൻ ഉപവസിക്കുന്ന മരുമക്കളുണ്ട്, തിരിച്ചുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആരെ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, ഞാനിത് ബാക്കി മാത്രം പറയുകയാണ്. സ്തോത്രം. കണ്ടോ നിങ്ങൾ, ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. നിങ്ങൾ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി നാബോത്തിനെ ജനത്തിന്റെ ഇടയിൽ പ്രധാന സ്ഥാനം കൊടുത്ത് ഇരുത്തുവിൻ. നാബോത്തിനെ ഫ്രണ്ടിൽ നിർത്തണം. വായിക്ക്. നീചന്മാരായ 2 ആളുകളെ അവനെതിരെ നിർത്തി. ഡീസന്റ് ആൾക്കാരെയാണ് കൂടെ നിർത്തുന്നത്. നീചന്മാർ, ഇംഗ്ലീഷ് വർത്ത്ലെസ്, നയാ പൈസയ്ക്ക് ഗുണമില്ലാത്ത 2 പേരെ നാബോത്തിനെതിരെ സാക്ഷ്യം പറയാൻ എഴുന്നേൽപ്പിക്കണം. ഇങ്ങനെയുള്ള ആൾക്കാർ മിക്കവാറും സഭകളിൽ കാണും. ഒരു ഗുണമില്ല, പക്ഷെ പണി വയ്ക്കാൻ മിടുക്കനായിരിക്കും. ഫാനിന് മാത്രം ശബ്ദമുണ്ട് അല്ലേ? അതിന് മാത്രം കാര്യം പിടികിട്ടിയില്ല എന്ന് തോന്നുന്നു. ബാക്കി എല്ലാവർക്കും പിടികിട്ടി, അതുകൊണ്ട് മിണ്ടായിരിക്കുന്നത്. ഒരു ആത്മീക വിഷയം പറഞ്ഞാൽ ഗുണമില്ല, ഒരു ഭൗതിക വിഷയം പറഞ്ഞാൽ ഗുണമില്ല, ഒരു പാര വെക്കാനുള്ള വിഷയം പറഞ്ഞാൽ തന്മയത്വത്തോടെ ചെയ്യാൻ കൃപയുള്ള വർത്ത്ലെസ് പീപ്പിൾ. യു അണ്ടർസ്റ്റാൻഡ്? എല്ലാവർക്കും അണ്ടർസ്റ്റാൻഡ്. സ്വത്രം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവള് പറയുക, ഗുണമില്ലാത്ത വർത്ത്ലെസ് ആയിട്ടുള്ള നീചന്മാരായ 2 പേരെ എഴുന്നേൽപ്പിച്ച് നാബോത്തിനെതിരെ സാക്ഷ്യം പറയാൻ സാക്ഷ്യം പറയിപ്പിച്ചു. നാബോത്തിനെ കല്ലെറിഞ്ഞു കൊല്ലിച്ചു. ദൈവകൃപയിൽ നിന്ന നാബോത്തിനെ അവന്റെ അപ്പന്റെ അവകാശം കൊടുത്തില്ലെന്ന കാരണത്താൽ ഇസബേൽ എന്ന മഹാവേശ്യ കള്ളസാക്ഷികളെ എഴുന്നേൽപ്പിച്ച് അയാളെ കൊന്നുകളഞ്ഞു. ഇത് നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം കേട്ടോ. ദൈവത്തിനു വേണ്ടി നേരെ നിന്നാൽ ഇതുപോലുള്ള ഒരുപാട് പേർ നമുക്കെതിരെ എഴുന്നേൽക്കുമെന്നത് ഉറപ്പായിട്ട് തിരിച്ചറിഞ്ഞിരിക്കണം. കൊല്ലിച്ചിട്ട് ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞു, ചെന്ന് മേടിച്ചോ, സ്ഥലം തിരിച്ചെടുത്തോ. സ്ഥലം എടുക്കാൻ വേണ്ടി ആഹാബ് ചെല്ലുമ്പോൾ ദൈവം ഏലിയാവിനെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, നിന്റെയും നിന്റെ ഭാര്യയുടെയും രക്തം നായ്ക്കൾ നക്കും. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. താഴോട്ടുള്ള വാക്യം വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി, വരച്ച് വെറുതെ ഇട്ടേര്. നായ്ക്കൾ നക്കും. ദിവസം ചിലത് മുമ്പിലോട്ട് പോയി. ആഹാബ്, ഡിയർ ഫ്രണ്ട്, ആഹാബ് ഇസബേൽ. മനസ്സിലായോ? ആഹാബ് ഇസബേൽ. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇവർക്ക് 3 മക്കളാണ്. വളരെ ശ്രദ്ധിച്ചോണേ. ഇവർക്ക് 3 മക്കളാണ്. ആഹാബിനും ഇസബേലിനും കൂടിയുള്ള മക്കൾ, ഒന്ന് അഹസ്യാവ്, മറ്റൊന്ന് ജഹോരാം, മറ്റൊന്ന് അഥല്യ. വളരെ ശ്രദ്ധിച്ചോണം. 3 മക്കളാണ്. അഹസ്യാവ്, ജഹോരാം, ദെൻ അഥല്യ. അടുത്ത് യഹോശാഫാത്തിനൊരു മകൻ ജഹോരാം. ഇനി ശ്രദ്ധിച്ചോണം, ഈ ജഹോരാം കല്യാണം കഴിക്കുന്നത് അഥല്യയാണ്. എന്ത് സംഭവിച്ചു? ജാതീയ സ്ത്രീയായ ഇസബേൽ ആദ്യം യഹൂദ്യയിലെത്തി, ആദ്യം ഇസ്രായേലിലെത്തി, പതിയെ യഹൂദ്യയെയും പിടിച്ചു. ക്യാൻസർ പിടിക്കുന്ന പിടിയുണ്ടോ? മുഴുവൻ ഇസ്രായേലിനെയും ബാധിച്ചു. അതിനാണ് ഞാൻ ഈ ക്ലിപ്പ് നിങ്ങളെ കാണിക്കുന്നത്, എന്നാലേ പെട്ടെന്ന് പിടികിട്ടത്തുള്ളൂ. കണ്ടോ? ഇസബേൽ വന്നു. ഇസബേലിന്റെ മകളെ കൊണ്ട് അപ്പുറത്തെ രാജ്യത്തുള്ള ജഹോരാമിനെ കല്യാണം കഴിച്ചു. മൊത്തം പിശാചിന്റെ രാജ്യമായി. ഇനി നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇഷ്ടംപോലെ വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ സമയമില്ലാത്തത് കൊണ്ട് അതെല്ലാം കൂടി പറഞ്ഞ് എന്താ പറയാ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഇനി നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. അഥല്യ വന്നിട്ട് യഹോരാം വഴി യഹൂദിയെയും, ഇസബേൽ വന്നിട്ട് ഇസ്രായേലിനെയും പൂർണ്ണമായി വിഗ്രഹാരാധനയിലേക്ക് കൊണ്ടുപോയി. ആ കണ്ടീഷനിൽ നിൽക്കുമ്പോൾ കർത്താവ് എഴുന്നേൽപ്പിച്ച ആളാണ് യേഹൂ എന്ന മനുഷ്യനെ. യേഹൂ കാണാലോ, സ്ക്രീനിലുണ്ടെന്ന് തോന്നുന്നു. യേഹൂ കണ്ടോ, ലെഫ്റ്റില് യേഹൂ. നിംസിയുടെ മകനായ യേഹൂവിനെ കർത്താവ് എഴുന്നേൽപ്പിച്ചിട്ട് ഇസ്രായേലിൽ ഒരു ശുദ്ധീകരണം വരുത്താൻ ആവശ്യപ്പെട്ടു. ഞാൻ ഫിനിഷ് ചെയ്യാണ്. ഇസ്രായേലിൽ ഒരു ശുദ്ധീകരണം വരുത്താൻ ആവശ്യപ്പെട്ടു. യേഹൂ വന്നിട്ട് ആദ്യം ചെയ്യുന്നത്, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്,
ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 2-ാം പുസ്തകം 22-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളാണ്. വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. 7 മുതലുള്ള വാക്യങ്ങളാണ്. യേഹൂ വന്നിട്ട് ആദ്യം കൊല്ലുന്നത് യഹോരാമിനെയാണ്. ഇസബേലിന്റെ മകൻ യഹോരാമിനെ കൊന്നിട്ട് അവൻ ആ രാജ്യഭരണം പിടിച്ചെടുത്തു. ദൈവം അയാളെ എഴുന്നേൽപ്പിച്ചാണേ. അടുത്ത അയാൾ കൊല്ലുന്നത് ഇസബേലിനെയാണ്. ഇസബേലിന്റെ രക്തം നായ്ക്കൾ നക്കുന്ന സംഭവം ഉണ്ടാകുന്നു, വിഷയമുണ്ടാകുന്നു. അടുത്ത അയാൾ കൊല്ലുന്നത് അഥല്യയുടെ മകനെയാണ്. കണ്ടോ, എല്ലാവരെയും കൊല്ലാൻ വേണ്ടി കർത്താവ് ഒരുത്തനെ എഴുന്നേൽപ്പിച്ചു. കണ്ടോ, ദൈവരാജ്യത്തെ ഒരിക്കലും നശിപ്പിക്കാൻ കർത്താവ് വിട്ടുകൊടുക്കുകയില്ല. ദൈവരാജ്യത്തിനകത്തെന്ന് പറയുമ്പോൾ ദൈവസഭയ്ക്കകത്ത് തന്നെ ചിലരുടെ വിവാഹങ്ങൾ, ചില വ്യക്തികൾ ദൈവത്തിനെതിരെ, ദൈവസഭയ്ക്കെതിരെ ഉറപ്പായിട്ട് എഴുന്നേൽക്കും. പക്ഷേ ദൈവമാണ് സഭയെ സ്ഥാപിക്കുന്നതെങ്കിൽ അതിനെ തകർക്കാൻ കർത്താവ് ഒരു കാരണവശാലും അനുവദിക്കില്ല. യഹോവ തക്ക സമയത്ത് അതിനുള്ള ആൾക്കാരെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ഇവിടെ യേഹൂവിനെ എഴുന്നേൽപ്പിച്ചു, ഇസബേലിനെ കൊല്ലിച്ചു, ഇസബേലിന്റെ മകനെ കൊല്ലിച്ചു, ഇസബേലിന്റെ മരുമകനെ കൊല്ലിച്ചു. യേഹൂ രാജ്യം തിരിച്ചു പിടിച്ചു. യേഹൂ ആൾക്കാരെ കശാപ്പ് ചെയ്തു വരുമ്പോൾ ഒരു വാക്യം വായിച്ചേ തീരൂ. അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കൂ. 2 ദിനവൃത്താന്തം 22-ന്റെ 10. അഹസ്യാവിന്റെ അമ്മയായ അഥല്യ തന്റെ മകൻ മരിച്ചുപോയി എന്ന് കണ്ടിട്ട് കണ്ടോ, അഥല്യയുടെ മകൻ അഹസ്യാവ് മരിച്ചുപോയി എന്ന് കണ്ടിട്ട് എഴുന്നേറ്റ് യഹൂദ ഗൃഹത്തിലെ രാജസന്തതിയെ ഒക്കെയും നശിപ്പിച്ചു. കണ്ടോ, രാജകുമാരിയായ അഥല്യ എഴുന്നേറ്റ്, ഇസബേലിന്റെ മകൾ എഴുന്നേറ്റ് രാജാവാകാൻ സാധ്യതയുള്ള എല്ലാവരെയും കൊന്നു. അവളുടെ കയ്യിലെ കഴിവാലിച്ച് നോക്കിയേ. അപ്പൊ ഇവൾ എന്തിനാ രാജാവായിട്ട് കൊട്ടാരത്തിൽ ഇരിക്കുന്നത്? ദൈവരാജ്യത്തെ വളർത്താനല്ല, ദൈവരാജ്യത്തെ നശിപ്പിക്കാനാണ്. ചിലത് സൺഡേ സ്കൂൾ ടീച്ചറായിട്ട് പോലും കയറുന്നത് സഭയെ നശിപ്പിക്കാനാണ്. ചിലത് കമ്മിറ്റിക്കകത്ത് പോലും കയറി പറ്റുന്നത് വളർത്താനല്ല, തകർക്കാനാണ്. ഇവിടെ ഒരു ഇസബേൽ കയറി പറ്റിയത് ദൈവസഭയെ വളർത്താനല്ല, ദൈവരാജ്യത്തെ നശിപ്പിക്കാനാണ്, വിഗ്രഹാരാധന കൊണ്ട് നിറയ്ക്കാനാണ്. അവളുടെ മകൾ അഥല്യ ദൈവരാജ്യത്തിൽ രാജാക്കന്മാരാകാൻ സാധ്യതയുള്ളവരെ കൊല്ലാൻ തീരുമാനിച്ച് മുമ്പിലേക്ക് ഇറങ്ങി ആൾക്കാരെ നിരത്തി കൊല്ലുകയാണ്. പിടികിട്ടിയോ? എല്ലാവരെയും കൊല്ലുകയാണ്. ആദ്യം പ്രായമുള്ളവരെ കൊന്നു, പ്രായം കുറഞ്ഞവരെ കൊന്നു, ഏറ്റവും താഴോട്ടുള്ളവരെ കൊന്നു വരികയാണ്. വായിക്ക്. എന്നാൽ രാജകുമാരിയായ യഹോശബത്ത് കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യാവിന്റെ മകനായ യോവാശിനെ മോഷ്ടിച്ചെടുത്ത്. മതി, ഞാൻ യോവാശിലേക്ക് വരികയാണ്. ആൾക്കാരെ മൊത്തം കൊന്നുകൊണ്ടിരിക്കുക. രാജാക്കന്മാരാകാൻ സാധ്യതയുള്ള ആ കിങ് ലൈനിൽ വരുന്ന എല്ലാവരെയും കൊല്ലുകയാണ്. വലിയ ആൾക്കാരെ കൊന്നു, കൊച്ചു പിള്ളേരെ കൊന്നു, സ്കൂളിൽ പഠിക്കുന്നവരെ കൊന്നു. അടുത്ത് നേരത്തെ ഇവിടെ കൈക്കുഞ്ഞിനെ കൊണ്ടുവന്നില്ലേ, അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ കൊല്ലാൻ അഥല്യ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ കൊണ്ട് മേശയിൽ കിടത്തി കൊടുക്കുന്നു. അഥല്യ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ദൈവദാസൻ ഇവിടെ കുഞ്ഞുങ്ങളെ കയ്യിലേന്തി പ്രാർത്ഥിച്ച് ദൈവത്തിന് സമർപ്പിക്കുകയാണ് ചെയ്തത്. നേരെ ഓപ്പോസിറ്റ് ആണ് അഥല്യ ചെയ്തത്. കയ്യിൽ കൊണ്ടുകൊടുത്ത കുഞ്ഞുങ്ങളെ പീസാക്കുന്ന രംഗം. ഡെത്ത് ബെഡിൽ നിരത്തി കിടത്തി ഓരോന്നിനായി രാജാവാൻ സാധ്യതയുള്ള എല്ലാത്തിനെയും കൊന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് രാജകുമാരി, പുരോഹിതന്റെ ഭാര്യ യഹോയാദ എന്ന സ്ത്രീ പതുക്കെ ചെന്ന് ഈ ഒരു കൊച്ചിനെ കാലിൽ വലിച്ചെടുത്തു കൊണ്ടുപോയി. 1 വയസ്സ് പ്രായമുള്ളവൻ, രാജാവാകാൻ സാധ്യതയുള്ളവൻ, രാജാവിന്റെ ലൈനിൽ ജനിച്ചവൻ കൊല്ലപ്പെടാൻ വേണ്ടി ഡെത്ത് ബെഡിൽ കിടക്കുമ്പോൾ ഒരാൻറ്റി അവനെ പതിയെ അതിൻ്റെ ഇടയിൽ നിന്ന് മോഷ്ടിച്ചെടുത്തു കൊണ്ടുപോയി. 6 കൊല്ലം ആ ആൻറ്റി അവനെ ഒളിച്ചു പാർപ്പിച്ചിട്ട് 7-ാം വയസ്സിൽ അവനെ കൊണ്ടുവന്ന് രാജാവാക്കി. ഇതാണ് യോവാശ്. ഇനി എനിക്ക് യോവാശിനെ കുറിച്ചാണ് പറയാനുള്ളത്. ബാക്ക്ഗ്രൗണ്ട് ഒരു വിധം പിടികിട്ടി കാണുമെന്ന് വിചാരിച്ചോട്ടെ. ബാക്ക്ഗ്രൗണ്ട് ഓക്കെ, ഇനി വേണേ അത് കട്ട് ചെയ്തോളൂ. സ്വത്രം വളരെ ഗൗരവമായിട്ട് തിരിച്ചറിയണം. ഇങ്ങനെ യോവാശിനെ 6 കൊല്ലം ഒളിച്ചു പാർപ്പിച്ചിട്ട് ഒരു പുരോഹിതന്റെ ഭാര്യ ഇവനെ 7-ാം വയസ്സിൽ രാജാവാക്കി. അങ്ങനെയാണ് യോവാശ് രാജാവായത്. പിടികിട്ടിയല്ലോ. ഇനി നമ്മുടെ യോവാശിന്റെ ഭരണപരിഷ്കാരത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇതിൻ്റെ അകത്തിരിക്കുന്ന ഞാനും നിങ്ങളും ഈ പരുവത്തിന് കുളിച്ച് തയ്യാറായി ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴിവ് കൊണ്ട് മാത്രമല്ല, എൻ്റെ പുറകിൽ കണ്ണുനീരൊഴുക്കിയ ഒരുപാട് പേരുണ്ട്.
എന്നെ കൃപയിൽ വളർത്തിയ ഒരുപാട് പേരുണ്ട്. എനിക്ക് വേണ്ടി ഉപവസിച്ച ഒരുപാട് പേരുണ്ട്. അനേകർ രക്തവും വിയർപ്പും ഒഴുക്കിയിട്ടാണ് ഞാൻ ഇന്ന് ഞാനായിട്ട് ഇവിടെ നിൽക്കുന്നത്, അല്ലാതെ എൻ്റെ സ്വന്തം മികവ് കൊണ്ടല്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെ കിടക്കപ്പായിൽ ചത്തുപോകേണ്ടുന്ന നിങ്ങൾ ഈ പരുവത്തിനെത്തുവാൻ നിങ്ങളുടെ മലമൂത്ര വിസർജ്യം അടക്കം എടുത്ത് നിങ്ങളെ ശുദ്ധീകരിച്ച് നിങ്ങൾക്ക് വേണ്ടി കാശ് തരാൻ വയറ് മുറുക്കി കെട്ടി ആഹാരം മാറ്റിവെച്ച് നിങ്ങൾക്ക് വേണ്ടി ഉപവാസവും പ്രാർത്ഥനയുമായി ജീവിച്ച ഒരു വലിയ വർഗമുള്ളത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ കൃപയിലിരിക്കുന്നത്. അവരോടൊരു വിധേയത്വം, അവരോട് ഒരു എന്താ പറയാ സ്നേഹം, കരുതൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടായേ തീരൂ. നമുക്ക് യോവാശിലേക്ക് വരാം. 7-ാം വയസ്സിൽ യോവാശ് രാജാവായി. കം ഡൗൺ, വായിച്ചോളൂ. യോവാശ് വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 7 വയസ്സായിരുന്നു. അവൻ 40 സംവത്സരം യെരൂശലേമിൽ വാണു. ബേർശേബക്കാരത്തിയായ അവന്റെ അമ്മയ്ക്ക് സിബിയ എന്നു പേർ. യഹോയാദ പുരോഹിതന്റെ ആയുഷ്കാലത്തൊക്കെയും, ശ്രദ്ധിച്ചോണേ, ഈ യഹോയാദ പുരോഹിതന്റെ ഭാര്യയാണ് ഈ മനുഷ്യനെ ഡെത്ത് ബെഡിൽ നിന്ന് മോഷ്ടിച്ചെടുത്തത്. മനസ്സിലായോ? യഹോയാദ പുരോഹിതന്റെ ഭാര്യ യഹോശാബാത്താണ് ഇവനെ മോഷ്ടിച്ചെടുത്ത് ഈ യഹോയാദയും ആന്റിയും കൂടാണ് ഇവനെ കൊണ്ട് നടന്ന് വളർത്തിയത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പാസ്റ്ററും ആന്റിയും വളർത്തിയിട്ടുള്ള പിള്ളേരുണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ വളർത്തിയിട്ടുള്ള പിള്ളേരുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടോ? പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കൊണ്ട് നിർത്തുന്ന പിള്ളേർ ഇപ്പോഴും ഉണ്ട്. എന്നാലേ ഉപദേശി പണി നടക്കത്തുള്ളൂ, അല്ലേ? ഇപ്പൊ വലിയ ചർച്ചക്കായതുകൊണ്ട് ചിലപ്പോൾ കൊണ്ടിടാൻ സെല്ലൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടാവും. നമുക്കിപ്പോൾ സെല്ലൊന്നുമില്ല. വലുതാകുമ്പോൾ നമ്മൾ സെല്ലൊക്കെ ഉണ്ടാക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ആദ്യം നമ്മൾ കൊണ്ട് നമ്മളെ കൂടെ നിർത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ പുറകെ നിൽക്കും. അങ്ങനെയാണ് വരതിനെ കുളിപ്പിച്ചെടുത്ത് റെഡിയാക്കി നമ്മൾ വലുതാക്കുന്നത്. അതുപോലെ യോവാശിനെ 1-ാം വയസ്സിൽ അടിച്ചോണ്ട് പോയി. 1-ാം വയസ്സുകാരന് മലമൂത്ര വിസർജ്ജനം നടത്താൻ പോലും അറിയില്ല. അവനെ കൊണ്ടൊന്ന് കുളിപ്പിച്ച് റെഡിയാക്കി, അവന് പൗഡർ അടിയിപ്പിച്ച്, അവന്റെ കരച്ചിൽ വെളിയിൽ കേൾക്കാതെ ഒളിച്ചു വച്ച് അവനെ വളർത്തിയില്ലെങ്കിൽ അവനെ കൊന്നുകളയും. അത്ര സൂക്ഷിച്ച് അവനെ ഒളിച്ചു വച്ച് വളർത്തി വലുതാക്കി. യഹോയാദ പുരോഹിതന്റെ കാലത്ത്, യഹോയാദ പുരോഹിതന്റെ ആയുഷ്കാലത്തൊക്കെയും യോവാശ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അത് ചെയ്യാൻ കാരണം അവനെ വളർത്തിയ പുരോഹിതന്റെ മികവാണ്. അതാണ് പുരോഹിതന്മാർ കണ്ണിൽ എണ്ണ ഒഴിച്ച് പുറകെ നിൽക്കുന്നത്. പണ്ട് എന്നെ ഉപദേശി ഡിക്സൺ പാസ്റ്റർ എന്നെ നേരത്തെ സെമിനാറിന് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ നമ്മുടെ യൗവനക്കാർക്ക് ഒരു ക്ലാസ് എടുക്കണം. അവരാരും മോശക്കാരൊന്നും അല്ല, പക്ഷെ അവര് ഈ സമൂഹത്തിന്റെ പ്രതിസന്ധികളിൽ പെടാതെ നേരെ വളർത്താൻ വേണ്ടി അവർക്ക് വേണ്ടി സെമിനാർ എടുക്കണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്ന് ഒരു ദിവസം മുഴുവൻ നിർത്തി സെമിനാർ എടുപ്പിച്ചു. എന്തിനാ കാര്യം? ജനം എങ്ങനെയും ദൈവകൃപയിൽ നിലനിൽക്കുക എന്നുള്ള ഹൃദയവാഞ്ചയാണ്. എങ്ങനെങ്കിലും പോട്ടെന്ന് വേണമെങ്കിൽ വെക്കാം, ഒരു റിസ്കും എങ്ങനെങ്കിലും പോട്ടെന്ന് വെക്കാം. അതൊക്കെ മാറ്റി ദേശത്തിൽ കിട്ടാവുന്നതിൽ വച്ച് മാക്സിമം നല്ല ക്ലാസ് കിട്ടാൻ സാധ്യതയുള്ള ദൈവദാസന്മാരെ എവിടെ നിന്നായാലും തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ തന്ന് നിങ്ങളെ തയ്യാറാക്കി എടുക്കുന്നതിന്റെ ഉദ്ദേശം നിങ്ങളുടെ നിത്യത ഉറപ്പാക്കാൻ വേണ്ടിയാണ്. 5-6 കൊല്ലം സഭയ്ക്കകത്ത് പിടിച്ചു നിർത്തുക മാത്രമല്ല ഉദ്ദേശം, നിത്യരാജ്യത്തിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടാണ് റിസ്ക് എടുക്കുന്നത്. ഇവിടെ യഹോയാദ പുരോഹിതന്റെ കാലത്ത് ആള് ഡീസന്റ് ആയിരുന്നു. യഹോയാദ അവന് 2 ഭാര്യമാരെ വിവാഹം കഴിപ്പിച്ചു. 2 ഭാര്യമാരെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ചിലപ്പോൾ ഇന്നത്തെ ഉപദേശിമാർ അങ്ങനെ ചെയ്ത് തരില്ലായിരിക്കും, കാരണം ഇന്ന് അതിനുള്ള വകുപ്പില്ല. പറഞ്ഞു മനസ്സിലാകുന്നുണ്ട്? ചിലർ അത് മാത്രം അടിവരെ ഇടുന്നുണ്ട്. അതങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി, ആ ബാക്കി നമുക്ക് വേണ്ട. 2 ഭാര്യമാരെ പഴയ നിയമത്തിലായതുകൊണ്ട് കഴിപ്പിച്ചു കൊടുത്തു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. വായിച്ചോളൂ. അനന്തരം യോവാശ് യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ മനസ്സ് വെച്ചു. യോവാശ് നല്ല മനുഷ്യനാ. യോവാശ് മനസ്സ് വെച്ചു ആലയം പണിയാൻ. കണ്ടോ? ചിലർക്ക് ആലയത്തോടൊന്നും വലിയ താല്പര്യം കാണില്ല. നമ്മളെ വീട് പണിയാൻ ചിലരെ താല്പര്യം കാണിക്കും. സ്വന്തം വീട് പണിയാൻ, സ്വന്തം വീട് മോടി പിടിപ്പിക്കാൻ കാണിക്കുന്ന താല്പര്യം ആലയത്തിൽ ഉണ്ടാവണം. നിങ്ങൾ അങ്ങനെ താല്പര്യമുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലേ? ഇന്ത്യയുടെ ഒരുപാട് ഭാഗങ്ങളിൽ നിങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസം ദൈവദാസൻ ഞാൻ കൂടെ ഇവിടെ ക്യാമ്പിന് വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചപ്പോൾ പാസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞിരുന്നു, സേലത്ത് 2 കണ്ണും കാണാത്ത ഒരു ദൈവദാസന് വേണ്ടി ഒരു ക്രമീകരണം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. ഞാനൊന്ന് പരസ്യം പറഞ്ഞതേ ഉള്ളൂ, വരിയൊന്നും എഴുതിയില്ല. പക്ഷെ ദൈവമക്കൾ സഹകരിച്ചു. അപ്പൊ നിങ്ങൾ സഹകരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. സ്വത്രം, അതൊരു വലിയ കാര്യമാണ്. ദൈവത്തിന്റെ ആലയത്തിന് സ്വത്രം എന്താ പണിയാൻ വേണ്ടിയിട്ട് താല്പര്യം പ്രകടിപ്പിക്കുക, അതൊരു കൊച്ചു കാര്യമല്ല. നിങ്ങൾക്കറിയാത്തൊരാള്, സേലത്ത് നിന്നൊരാള് ദൈവദാസൻ അവിടെ ചെന്ന് ആളിനെ കണ്ടെത്തി, ആളിനെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെ കാണിച്ച് അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ സ്ഥലം ചെന്ന് കാണാനും കാശ് അയച്ചു കൊടുക്കാനും താല്പര്യമുള്ള ഒരു നല്ല ജനം നിങ്ങളെ ദൈവം ധന്യമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. സ്തോത്രം, അതൊരു വലിയ കാര്യം തന്നെയാണ്. കർത്താവിന് വേണ്ടി ചിലത് ചെയ്യാൻ കഴിയുന്നത്, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളത് മാക്സിമം നമ്മൾ ചെയ്യുക തന്നെ വേണം. ഇവിടെ യോവാശ്
അത്തരത്തിലൊരു തീരുമാനമെടുത്തു, ആലയം പണിയണം. അപ്പൊ നടന്ന വർത്തമാനം കേൾക്കൂ, വായിക്കേ. അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും കൂട്ടിവരുത്തി അവരോട്, യഹൂദ നഗരങ്ങളിലേക്ക് ചെന്ന് നിങ്ങളുടെ ദൈവത്തിന്റെ ആലയം ആണ്ടുതോറും അറ്റകുറ്റം പോക്കുവാൻ എല്ലാ ഇസ്രായേലിൽ നിന്ന് ദ്രവ്യം ശേഖരിപ്പിൻ. എല്ലാ ഇസ്രായേലിൽ നിന്നും കാശ് ശേഖരിക്കാൻ ആണ്ടുതോറും. ചിലപ്പോൾ നമ്മൾ ചോദിക്കും, അതിന് ആണ്ടുതോറും വല്ലപ്പോഴും ചെയ്താൽ കിട്ടാൻ പോരാ, പിന്നെന്തിനാണ് ആണ്ടുതോറും? ആണ്ടുതോറും ചെയ്യണം. റിനോവേഷൻ ആണ്ടുതോറും ചെയ്യണം ദൈവാലയത്തിൽ. അതിന് പൈസ നമ്മൾ കണ്ടെത്തി നമ്മൾ ചെയ്യണം, അല്ലേ? 2 ഫാന് വയസ്സായി കിടക്കുകയാണ്, ഇടിമിന്നലേറ്റ് കിടക്കുകയാണ്, അങ്ങനെ തയ്യാറാക്കണം. എവിടെ നിന്നായാലും പോയി ആളിനെ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ഇതിനെ പറിച്ച് ഊരെ കളഞ്ഞിട്ട് പുതിയത് മേടിച്ചിടണം. ഇവിടെ ഇരിക്കുന്ന ഒരാൾ വിചാരിച്ചാൽ മതി, എനിക്കൊന്ന് 6 ലക്ഷം വീതമാണെന്ന് തോന്നുന്നു, അതോ 2 കൂടെ 6 ലക്ഷം ആണെന്ന് അറിയില്ല. ഒരാൾ വിചാരിച്ചാൽ മതി, നല്ലൊരു പനി വന്ന് കിംസിൽ കിടന്നാൽ അത്ര ലക്ഷം അവർ മേടിക്കും. ആർക്കും പനി വരില്ല. ഞാൻ പറഞ്ഞത്, നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ചിലവാക്കി ഈ ഫാൻ അങ്ങോട്ട് ഉഷാറാക്കിയിട്ടാൽ സൂപ്പറായിരിക്കും. നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, അല്ലേ? ഇത് ശരിയാണെന്നില്ലെങ്കിൽ പുതിയത് മേടിച്ചിടണം. അതെവിടെ കിടന്ന് കറങ്ങട്ടന്നേ. അപ്പോൾ ഈ സൗണ്ടെല്ലാം അങ്ങ് മാറും, നല്ല സുഖകരമായ കാറ്റ് നമുക്ക് കിട്ടും. അത് അറ്റകുറ്റത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്നു എങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ചയിലായിരിക്കും നിങ്ങൾക്ക് ചിട്ടി അടച്ചത്, അടിച്ചു കിട്ടിയത്. എന്ത് കിട്ടണമെന്ന് അറിയില്ലാതെ നിങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ ഞാൻ വന്ന് ചാടിയത്. ഉറങ്ങിയിരിക്കുന്ന ഒരാളിങ്ങനെ കണ്ണൂർ നോക്കി ആർക്ക് ചിട്ടി അടിച്ചു എന്ന്. അപ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് ചിട്ടിയുടെ ഇടയിലല്ല. നമ്മളൊരാൾ പക്ഷെ വിചാരിച്ചാലേ നടക്കും. നമ്മൾ മേലോട്ട് നോക്കിയിട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നുകയും വിചാരിക്കുകയും വേണം. കാശൊക്കെ കർത്താവ് തരും. ആലയത്തിൽ ആണ്ടുതോറും അറ്റകുറ്റപ്പണി നിർത്തുവാൻ മനസ്സ് വെച്ചു. വൈകി ഈ കാര്യം വേഗം നിവർത്തിക്കണമെന്ന് കൽപ്പിച്ചു. ലേവ്യരോ അതിന് ബന്ധപ്പെട്ടില്ല. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവർ അങ്ങനെ ഇതില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ബൈൻഡ് വെച്ച് വീശിക്കോളാം. അങ്ങനെയുള്ള വർത്ത്ലെസ് പീപ്പിളും ഉണ്ട്. രാജാവ് പറഞ്ഞു, നമുക്ക് ആണ്ടുതോറും അറ്റകുറ്റം തീർക്കാൻ വേണ്ടി കാശ് ശേഖരിക്കണം. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു ഓക്കെ. ലേവ്യന്മാർ പറഞ്ഞു അതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് ഹോൾ വന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അവിടെയാണ് ഇഷ്ടംപോലെ ഹോൾ ഇവിടെ കിടപ്പുണ്ട്, അത് പോരാ, ഇച്ചിരിയുടെ വലുത് വേണം, അല്ലേ? ആ മൈൻഡ് ഭയങ്കരമാണ്. അത് ദൈവദാസന് മാത്രം ദൈവം കൊടുത്തൊരു കഴിവാണ്. ഞാനൊരു കൊച്ചു സംഭവം ചെയ്യാൻ പെടുന്ന പാട് എനിക്കറിയാം. അത് തന്നെ ചെയ്യാൻ പെടുന്ന റിസ്ക് എനിക്കറിയാം. അപ്പോൾ ഒരു വലിയ സംഭവം ചെയ്തെടുക്കാനുള്ള മനസ്സ്, അതിൻ്റെ ഹൃദയവിശാലത, അതിനെ ഇറങ്ങിച്ചാടാനുള്ള ഒരു ധൈര്യം, അത് കൊച്ചു കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. ഇവിടെ രാജാവ് പണി തീർക്കാൻ തീരുമാനിച്ചു. ലേവ്യർ സപ്പോർട്ട് ചെയ്തില്ല. രാജാവ് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. താഴോട്ട് സമയമില്ലാത്തത് ഞാൻ പറഞ്ഞു പോവാണ്, നീ ശ്രദ്ധിച്ചോണം, ഞാൻ പറയുന്നിടത്തോട്ട് വായിക്കണം. ഓക്കെ. രാജാവിനോട് പറഞ്ഞു, രാജാവ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ആൾക്കാർക്ക് താല്പര്യമില്ലെങ്കിൽ ഓഫറിംഗ് ഒന്നും എടുക്കണ്ട, പെട്ടി അടിച്ച് അവിടെ വെച്ചോളാൻ പറഞ്ഞു. താല്പര്യമുള്ളവരടുത്ത് പൈസ ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ആൾക്കാർ പൈസ ഇട്ടു. പിന്നീട് പുരോഹിതന്റെ പണി പൈസ എണ്ണിയെടുക്കൽ മാത്രമേ ഉള്ളൂ. കാരണം ബാക്കി മുഴുവൻ കാശ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാശ് എണ്ണിയെടുത്തു. കാശ് ശരിക്ക് വന്നു. ആലയത്തിന്റെ അറ്റകുറ്റം മുഴുവൻ തീർത്തു. പിന്നീട് കത്തി, തവി, എല്ലാ പാത്രവും വാങ്ങിച്ചു. ആംപ്ലിഫയർ ബോക്സ്, എല്ലാ സാധനവും വാങ്ങിച്ചു. പിന്നെയും പൈസ മിച്ചം. കംപ്ലീറ്റ് പൈസയും തിരിച്ച് കൊട്ടാരത്തിൽ ഏൽപ്പിച്ചു. അങ്ങനെ ആലയത്തിന്റെ പണി ഫിനിഷ്. ഇനി ബാക്കി വായിക്ക്. കിട്ടിയില്ലേ? 24-ാം അധ്യായം തന്നെയാണ്, 14-ാം വാക്യം. പണി തീർത്തിട്ട് ശേഷം ദ്രവ്യം അവർ രാജാവിന്റെയും യഹോയാദയുടെ മുമ്പിൽ കൊണ്ടുവന്നു. അവർ അതുകൊണ്ട് യഹോവയുടെ ആലയം വകയ്ക്ക് ഉപകരണങ്ങൾ ഉണ്ടാക്കി. ശുശ്രൂഷയ്ക്കായും ഹോമയാഗത്തിനുമായുള്ള ഉപകരണങ്ങളും തവികളും പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങളും തന്നെ അവർ യഹോയാദയുടെ കാലത്തൊക്കെയും ഇടവിടാതെ യഹോവയുടെ ആലയത്തിൽ ഹോമയാഗം അർപ്പിച്ചു പോന്നു. യഹോയാദ വയോധികനും കാലസമ്പൂർണനുമായി മരിച്ചു. മരിക്കുമ്പോൾ അവന് 130 വയസ്സായിരുന്നു. 130 വയസ്സായിരുന്നു. മനുഷ്യന്റെ ആയുസ് എത്രയാ? 120 ആണ്. 120 മനുഷ്യൻ ദൈവം വെച്ചിരിക്കുന്ന ആയുസ്. ഇവന് 10 എക്സ്ട്രാ കൊടുത്തു. നമുക്ക് 120 പോയിട്ട് 60 കൊല്ലം തരാൻ പ്ലാൻ ഇല്ലെന്നുള്ളതാണ് പ്രശ്നം, അല്ലേ? ദൈവത്തിന്റെ ആലയത്തിൽ നേരെ ചൊവ്വേ ജീവിച്ചത് കൊണ്ട്, ആത്മീക കാര്യത്തിന് മുതൽക്കൂട്ടായി മുൻപിൽ നിന്ന് അധ്വാനിച്ചത് കൊണ്ട് 120 ആയുസ് മനുഷ്യന് വെച്ച് നിജപ്പെടുത്തിയിട്ടും 10 എക്സ്ട്രാ കൊടുത്ത് 130 വയസ്സ് പുരോഹിതന് കൊടുത്തു. എന്താ കാര്യം? യഹോയാദയുടെ ഭാര്യയാണ് ഈ രാജാവിനെ കൊല്ലപ്പെടുന്നവരുടെ ഇടയിൽ നിന്ന് മോഷ്ടിച്ചെടുത്തത്.
6 കൊല്ലം ശത്രുവിന് കൊടുക്കാതെ സൂക്ഷിച്ചു വളർത്തിയത് ഈ ആന്റിയുടെ മികവാണ് അല്ലേ? ഈ പുരോഹിതനാണ് ഇവനെ മിടുക്കനായി രാജ്യത്ത് വലിയവനാക്കി കൊണ്ടുവന്നത്. ഈ പുരോഹിതനാണ് ആലയം പണിക്ക് മുമ്പിൽ നിന്ന് അധ്വാനിച്ചത്. കാര്യങ്ങളെല്ലാം ചെയ്യാൻ ദൈവത്തിന്റെ ആലയത്തിലെ കാര്യങ്ങൾക്ക് ഉഷാറായി നിന്നതുകൊണ്ട് 120 പ്ലസ് 10 കൂടി ചേർത്ത് 130 വയസ്സ് അവന് കൊടുത്തു. തീർന്നില്ല കേട്ടോ, വായിക്ക്. അവൻ ഇസ്രായേൽ ദൈവത്തിന്റെയും അവന്റെ ആലയത്തിന്റെയും കാര്യത്തിൽ നന്മ ചെയ്തിരിക്കൊണ്ട് അവർ അവനെ ദാവീദിന്റെ നഗരത്തിൽ രാജാക്കന്മാരുടെ ഇടയിൽ അടക്കം ചെയ്തു. ഇറ്റ്സ് എ ഫസ്റ്റ് ഇൻസിഡന്റ്. ഒരു പുരോഹിതനെ രാജാവിന്റെ കല്ലറയിൽ അടക്കുകയാണ്. ഒരിക്കലും നടക്കാത്ത സംഭവം. ഒരു പുരോഹിതനെ രാജാവിന്റെ കല്ലറയിൽ അടക്കുന്നു. മാന്യ സുഹൃത്തുക്കളെ, നേരെ ചൊവ്വെ ജീവിക്കാൻ വണ്ണം ജീവിച്ചാൽ ഉയർക്കപ്പെടേണ്ടുന്നവന്റെ കല്ലറയിൽ എന്നെയും നിങ്ങളെയും അടക്കും. നമ്മുടെ ആരംഭം എത്ര ലളിതമായാലും നമുക്ക് കിട്ടുന്ന ശവമടക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധന്മാരോടുകൂടെ രാജാക്കന്മാരുടെ കൂടെ ഒരു ശവമടക്ക് ഇവിടെ പുരോഹിതന് കിട്ടുന്നു. ഇനി ശ്രദ്ധിക്കണം, പുരോഹിതൻ ആ ചെറുക്കനെ മോഷ്ടിച്ചെടുത്ത് വളർത്തി 7-ാം വയസ്സിൽ രാജാവാക്കി, അവനെ മിടുക്കനാക്കി, അവനെ കല്യാണം കഴിപ്പിച്ച് പിള്ളേരെല്ലാമായി, ദൈവ ആലയം സൂപ്പറായി, പുരോഹിതൻ വയസ്സായി, പുരോഹിതൻ മരിച്ചു, രാജാവിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. ഇനി യോവാശിന്റെ കാര്യം പറഞ്ഞാണ് നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. താഴോട്ട് വായിച്ചോ. യഹോയാദ മരിച്ച ശേഷം യഹൂദ പ്രഭുക്കന്മാർ വന്ന് രാജാവിനെ വണങ്ങി. രാജാവിനെ വണങ്ങി. രാജാവ് അവരുടെ വാക്ക് കേട്ടു. കണ്ടോ, രാജാവ് വാക്ക് കേൾക്കേണ്ടത് ആരുടെ വാക്കാ? പുരോഹിതന്റെ വാക്കാ. ഇയാൾ കേട്ടത് ആരുടെ വാക്കാ? പ്രഭുക്കന്മാരുടെ വാക്കാ. ചിലരങ്ങനെ ഇച്ചിരി വിദ്യാഭ്യാസമൊക്കെ വന്ന് തലയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉപദേശിമാരോട് ചോദിക്കാറില്ല അല്ലേ? ഞങ്ങളുടെ ആൾക്കാർ ഇപ്പൊ ചോദിക്കാറുണ്ട് കേട്ടോ, ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. പക്ഷേ ഒരു ലെവല് മേലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഉപദേശിയോട് ചോദിക്കാല. എന്താ കാര്യം? പിന്നെ അവർക്കറിയാൻ ചോദിക്കാൻ. പിന്നെ ട്രാപ്പിൽ വീഴുമ്പോഴേ നമ്മുടെ അടുത്ത് പറയുള്ളൂ, അതെ പിന്നെ ഇങ്ങനൊരു കുഴിയിൽ കിടക്കുകയാണ്, ഞാൻ തിരിഞ്ഞു നോക്കുകയല്ല. ഇനിയിപ്പോൾ എൻ്റെ ഭാവി എങ്ങനെയെന്ന് അറിയില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ ഈ പാസ്റ്റർ ആയി കഴിഞ്ഞാൽ ഇതൊക്കെ തിരിഞ്ഞു നോക്കിയേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്താണ് പാസ്റ്റർ ആയത്. അപ്പോൾ അതൊരു റിസ്ക്കാണ്. ഇല്ലെങ്കിൽ സുഖമായിരുന്നു, ഇത് പ്രസംഗിക്കുക, വീട്ടിൽ വന്നിരുന്ന് ഉറങ്ങുക, 10 മണിയാകുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാം, കിടന്നുറങ്ങാം, ഒന്നും നോക്കേണ്ട കാര്യമില്ല. ആട് വിളിച്ചോ, ആടിൻ്റെ പിന്നെ ഇടയൻ വിളിച്ചോ, ഒന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ ഇപ്പോൾ ഇച്ചിരി ചെറിയൊരു റിസ്ക്കാണ് അല്ലേ? അപ്പോൾ എനിക്ക് ഇവിടുത്തെ റിസ്ക് ഞാൻ മനസ്സിലാക്കുന്നു. ആട് കൂടുതലാണ്, കുട്ടികൾ കൂടുതലാണ്, തമ്മിലിടിക്കുന്ന ആടുകളും കൂടുതലാകാനാണ് സാധ്യത. ഇപ്പോൾ ഫോണും ഓഫ് ചെയ്യാൻ പറ്റില്ല, ഉറങ്ങാനും ഒക്കില്ല, ഒന്നും മയങ്ങാനേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മുണ്ടാതിരി ഒരു സ്വോത്രം പറയാവോ? ഒരു മനുഷ്യൻ പറയുന്നില്ല. ഒന്ന് ഉഷാറായിട്ടൊരു സ്വോത്രം പറയാവോ? സ്വോത്ര. ഇപ്പം നിർത്താം, 5 മിനിറ്റ്. ഇനി യോവാശിൻ്റെ കാര്യം പറഞ്ഞ് തീർക്കാൻ പോവാ. യോവാശ് നേരെ ചെന്ന് പ്രഭുക്കന്മാരോട് ഐഡിയ ചോദിച്ചു. ദൈവമക്കളെ, ഏത് കാര്യത്തിലും തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ ഉപദേഷ്ടാവിനോടാണ് നിങ്ങൾ അഭിപ്രായം ചോദിക്കേണ്ടത്. അത് വിവാഹകാര്യമായിക്കോട്ടെ, വിദ്യാഭ്യാസമായിക്കോട്ടെ, വീട് വെക്കുന്നതായിക്കോട്ടെ, കിണർ കുത്തുന്നതായിക്കോട്ടെ. നമ്മളെ നടത്തുന്നവരോട് ഒരു വാക്ക് പറയണം. പക്ഷെ ഇങ്ങനൊരു വിഷയമുണ്ട് കേട്ടോ. കാരണം നമ്മളെ നടത്തുന്നവരാണ് ഇടിവിൽ നിൽക്കുന്നതും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും. അദ്ദേഹത്തിനാണ് നിയോഗം കിട്ടുന്നത്. എനിക്കിപ്പോൾ ഉദ്ദേശിപ്പണി ചെയ്തുകൊണ്ട് എനിക്കറിയാം, നമുക്ക് നിയോഗം കിട്ടും, ഇന്നതാണ് ചെയ്യേണ്ടത്. ആ നിയോഗം അനുസരിച്ച് മുമ്പിലോട്ട് പോയാൽ പരാജയപ്പെടില്ല. നമ്മുടെ അഭ്യാസത്തിന് മുമ്പിലോട്ട് പോയാൽ പരാജയപ്പെടും. പരാജയപ്പെട്ടിട്ട് ഉപദേശിയുടെ അടുത്ത് പോയാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ചിലരിങ്ങനെ ഒളിച്ചേ ചെയ്യുള്ളൂ. എല്ലാം നേരത്തെ പാസ് പറഞ്ഞാൽ എല്ലാം ഒളിച്ചേ ചെയ്യത്തുള്ളൂ. ഒളിച്ച് ചെയ്യുന്നത് അപകടകരമാണ്. നമ്മളറിയണം, നമ്മുടെ എല്ലാ കാര്യത്തിനും ഉത്തരവാദിത്വത്തോടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ ഉപദേഷ്ടാവ്. എക്സ് ഓർ വൈ, ആര് തന്നെ ആയാലും. നമ്മുടെ ആത്മീക കാര്യങ്ങളിലും നമ്മുടെ ഭൗതിക കാര്യങ്ങളിലും. ഞാനിത് രാവിലെ എഴുതിയിട്ടിരുന്നപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നേ, നിങ്ങൾക്കല്ല, എൻ്റെ വിശ്വാസിക്ക് വേണ്ടി. അതുപോലെ തന്നെ നിങ്ങളുടെ ഉപദേശി കണക്ക് ബോധിപ്പിക്കേണ്ടുന്നയാളാണ്. അതുകൊണ്ട് കൃത്യമായി നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ജസ്റ്റ് ഒരു ടോക്ക് നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിന് വെളിയിലത്തെ ഉപദേശിയെ വിളിച്ച് അഭിപ്രായം ചോദിക്കരുത്. നമ്മളൊക്കെ ചെയ്യുന്നത് വെളിയിൽ നിന്ന് ഉപദേശിയെ വിളിച്ചുകൊണ്ട് വരും അല്ലേ? വെളിയിൽ നിന്ന് അങ്ങനെ സഞ്ചാരി ഉപദേശിമാർ ഒരുപാട് പേരുണ്ട്. 6 വേണോ വരുത്താം, പക്ഷെ നമ്മുടെ ദൈവദാസൻ അറിഞ്ഞു വേണം അത് ചെയ്യാൻ. കാരണം ഇല്ലെങ്കിൽ ആടിന് ബുദ്ധിമുട്ട് സംഭവിച്ചാൽ ഉത്തരവാദിത്വം വന്നു പോകുന്ന ആളിനില്ല. ഗ്രഹിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടി വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചു എന്നേ ഉള്ളൂ. വന്നു പോകുന്ന ആളിന് നിങ്ങളെക്കുറിച്ച് എനിക്ക് നിങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഉത്തരവാദിത്വം ഇല്ല. ഇവിടെ ഞാൻ നിങ്ങൾക്ക് തരുന്നത് കൃത്യം ഫുഡ് തരിക എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. ഞാൻ തരുന്നത് കൃത്യമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് വാച്ച് ചെയ്യാൻ നിങ്ങളുടെ ദൈവദാസന് ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലാണ്ടോ?
നമ്മളെ നടത്തുന്ന ആൾക്കാരുടെ ഗൈഡൻസിലല്ലാതെ ഒരു ശുശ്രൂഷകനും നമ്മുടെ മേൽ ശുശ്രൂഷിക്കാൻ പാടില്ല. അതിന് അനുവാദം കൊടുത്താൽ നിങ്ങൾക്ക് കെണി വരും. സംശയം അക്കാര്യത്തിൽ വേണ്ട. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് പെന്തക്കോസ്തുകാരനാണ്. പെന്തക്കോസ്റ്റിലെ 6ാം തലമുറക്കാരനാണ് ഞാൻ. അതുകൊണ്ട് ഇതിന്റെ എല്ലാ നമ്പറും എനിക്കറിയാം. ദാറ്റ്സ് വൈ ഐ ആം ടോക്കിംഗ്. സ്തോത്രം. വളരെ കൃത്യമായി നിങ്ങൾ കാര്യം തിരിച്ചറിഞ്ഞിരിക്കണം. താഴോട്ട് വായിക്ക്. പ്രഭുക്കന്മാരോട് ആലോചന ചോദിച്ചു. വായിച്ചിവിടെ, അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയം ഉപേക്ഷിച്ച് അശേര പ്രതിഷ്ഠകളെ ആലയം ഉപേക്ഷിച്ചു. വർഷാവർഷം ആലയത്തിൽ പണി ചെയ്തു വന്നിരുന്ന ഒരു കാലമുണ്ട്. ഇവിടെ ആലയം ഉപേക്ഷിച്ചു. വായിക്കേ. അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും സേവിച്ചു. അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും സേവിച്ചു. അവരുടെ ഈ കുറ്റം ഹേതുവായിട്ട് യഹൂദയുടെ മേലും യെരൂശലേമിന്മേലും കോപം വന്നു. മതി കുഞ്ഞേ, വളരെ ശ്രദ്ധിച്ചോണം. പ്രഭുക്കന്മാരോട് അഭിപ്രായം ചോദിച്ചു. ആലയത്തിനകത്ത് വിഗ്രഹം വന്നു. ദൈവം പ്രവാചകന്മാരെ വിട്ടു രാജാവിനോട് ഉപദേശിക്കാൻ. ആര് പറഞ്ഞിട്ടും രാജാവ് കേട്ടില്ല. ഒടുവിൽ ദൈവം ഒരു കാര്യം ചെയ്തു. ഇവനെ രക്ഷിച്ചെടുത്തില്ലേ ആന്റി, ആ ആന്റിയുടെ മകൻ ഒരു പ്രവാചകനാണ്. അവനെ പറഞ്ഞു വിട്ടു. എന്തിനാണ്? അവൻ പറഞ്ഞാൽ ഇവൻ കേൾക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇവനെ മരണശയ്യയിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന് രാജാവാക്കി മാറ്റിയ ആന്റിയുടെ മകൻ പ്രവാചകനെ കൊണ്ടുവന്ന് യവനോട് ആലോചന പറഞ്ഞു. ഇവൻ എന്ത് ചെയ്തെന്നറിയാമോ? ആ മകനെ യവൻ കൊന്നുകളഞ്ഞു. യോവാശിനെ മനസ്സിലായോ നിങ്ങൾക്ക്? ഒരിക്കലും പദവിയിലെത്താൻ പാടില്ലാതിരുന്നവൻ ഒരാന്റിയുടെ പ്രത്യേക ഇടപെടൽ കൊണ്ട് അവനെ രാജാവാക്കി മാറ്റിയതാണ്. ഏതാന്റി അവന് ജീവൻ കൊടുത്ത് അവനെ രാജാവാക്കി മാറ്റിയോ ആ ആന്റിയുടെ മകനെ തന്നെ അവൻ കൊന്നുകളഞ്ഞു. പിന്നെ ദൈവത്തിന് ഇടംബലം നോക്കേണ്ട കാര്യമില്ല. ദൈവം എഴുന്നേറ്റു, ശത്രു സൈന്യത്തെ അവനെതിരെ എഴുന്നേൽപ്പിച്ചു. 24 മുതൽ 2 വാക്യം കൊണ്ട് വായിച്ച് അവസാനിപ്പിച്ചോ. 24 മുതൽ. അരാമ്യ സൈന്യം ആൾ ചുരുക്കമായിട്ട് വന്നിരുന്നെങ്കിലും യഹോവ അവരുടെ കയ്യിൽ ഏറ്റവും വലിയൊരു സൈന്യത്തെ ഏൽപ്പിച്ചു. അരാമ്യ സൈന്യം ഏറ്റവും ചുരുക്കമായിരുന്നിട്ടും കർത്താവ് ഈ ജനത്തെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. വായിക്ക്. അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചിരുന്നുവല്ലോ. ഇങ്ങനെ യോവാശിനോട് അവർ ന്യായവിധി നടത്തി. വായിക്ക്. അവർ അവനെ വിട്ടുപോയ ശേഷം മഹാവ്യാധിയിലായിരുന്ന അവനെ വിട്ടേച്ചു പോയത്. മനസ്സിലായോ? ചെറിയ സൈന്യം വന്ന് രാജാവിനെ തല്ലി ചതച്ച് കട്ടിലിൽ കിടത്തിയിട്ട് അവന്മാര് പോയി. കണ്ടോ? ഇവൻ എപ്പോഴും കൊല്ലേണ്ടതാ? 1-ാം വയസ്സിൽ കൊല്ലേണ്ടതാ. ദൈവം കൃപ കാണിച്ച് ഒരാന്റിയെ കൊണ്ടുവന്ന് യവനെ രക്ഷപ്പെടുത്തി യവനെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്ന് 6 കൊല്ലം താമസിപ്പിച്ച് 7-ാം വയസ്സിൽ രാജാവാക്കി. യവൻ മുതിർന്നു വലുതായപ്പോഴും പഴയ വൃത്തികേടിന് ഒരു മാറ്റവും ഇല്ല. അവനെ ദൈവം വേറെ സൈന്യത്തെ വെച്ച് തല്ലി അവനെ പിള്ളേരുടെ ഭാഷയിൽ സ്റ്റിക്കറാക്കി കട്ടിലിൽ കിടത്തി. ഇനി കേട്ടോ, വൈകി. മഹാവ്യാധിയിലായിരുന്നു അവനെ വിട്ടേച്ചു പോയത്. യഹോയാദ പുരോഹിതന്റെ പുത്രന്മാരുടെ രക്തനിമിത്തം അവന്റെ സ്വന്തം ഭൃത്യന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അവനെ കിടക്കയിൽ വെച്ച് കൊന്നുകളഞ്ഞു. കണ്ടോ? ദൈവം ചെയ്യുന്ന പ്രോഗ്രാം അങ്ങനെ. ചിലർക്ക് അങ്ങനെ പണി കിട്ടുന്നത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാ പറയുന്നത്. കുന്നപ്പുഴ കിട്ടും. എന്തിനാ കൊല്ലത്ത് വന്നേ? സ്വോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ എല്ലാവരുടെയും മുഖം പ്രയാസമായി കാണുന്നതിൽ സന്തോഷമുണ്ട്. അതിന്റെ അർത്ഥം സാധനം ചാർജായി എന്നാണ്. ഇത് മനസ്സിലാകാതിരുന്നെങ്കിൽ നിങ്ങളൊക്കെ ചിരിച്ചുകൊണ്ടിരുന്നത്. ഈ സംഭവം ചാർജായി എന്നതിന്റെ ഉറപ്പാണ്. നിങ്ങളുടെ മുഖം കടുത്തിരിക്കുകയാണ്. സ്വോത്രം. ഇനിയിപ്പോ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ കാണും, അതോടുകൂടി ആ പ്രയാസം മാറും. വായിച്ചോ. അങ്ങനെ അവൻ മരിച്ചു. അവനെ ദാവീദിന്റെ നഗരത്തിൽ അടക്കം ചെയ്തു. രാജാക്കന്മാരുടെ കല്ലറയിൽ അടക്കം ചെയ്തില്ല താനും. ക്ലിക്കായോ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. രാജാവായി ജനിച്ചവൻ രാജാവിന്റെ കല്ലറയിൽ അടക്കപ്പെടാതെ സാധാരണ കല്ലറയിൽ അടക്കപ്പെടുന്നു. എന്താ കാര്യം? കയ്യിലിരിപ്പാണ് കാര്യം. പുരോഹിതനായി പിറന്നവൻ രാജാവിന്റെ കല്ലറയിൽ അടക്കപ്പെടുന്നു. എന്താ കാര്യം? കയ്യിലിരിപ്പാണ് കാര്യം. ഈ പ്രഭാതത്തിൽ ഈ പ്രയർ മൗണ്ട് ചർച്ചിലേക്ക് മഹാദൈവം നിങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്നതാണ്. നല്ലൊരവസാനം നിങ്ങൾക്ക് ലഭ്യമാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും മഹാദൈവം നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. കയ്യിലിരിപ്പ് ഇനിയെങ്കിലും ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും. ഈ യോവാശിന്റെ കാലത്താണ് നമ്മുടെ യോവേൽ പ്രവാചകൻ പ്രവചിക്കുന്നത്.
എല്ലാവരും ഉപവാസത്തിന് കൂടി വരുവീൻ. ഇനി യോവേൽ പ്രവചനം ഈ ബേസിൽ നിന്ന് ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കണം. ഇതാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. അവിടെ വിളിച്ചു പറയുകയാണ്, വിത്ത് കട്ടകൾക്കിടയിൽ കെട്ടുപോകുന്നു, ഉപവാസം പ്രഖ്യാപിപ്പീൻ. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിച്ചത് പച്ചപ്പുഴു തിന്നു. സകലതും നശിച്ചൊരന്തരീക്ഷമാണ് നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിലനിൽക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി ഈ പകലിൽ കരയുവാനും ദൈവസന്നിധിയിൽ വിലപിക്കുവാനും, കർത്താവ് എൻ്റെ സ്വഭാവത്തിനൊരു മാറ്റം തരണമേ എന്ന് ദൈവസന്നിധിയിൽ കരയുവാൻ നിങ്ങൾ തയ്യാറായാൽ കർത്താവിൻ്റെ വരവിൽ ഞാനും നിങ്ങളും അക്കരെ നാട്ടിൽ ചെന്നെത്തപ്പെടും. സ്തോത്രം. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും ജീവിതത്തിൽ ഒരുപാട് നന്മകളിലേക്ക് ഉയർന്നു വന്നു എന്ന് പറഞ്ഞിട്ടും ഉപേക്ഷിക്കേണ്ട ചിലത് നിങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രഭാതം അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. ദൈവം വളർത്തി വലുതാക്കുവാൻ ഉപയോഗിച്ച ദൈവദാസന്റെ മക്കൾക്കെതിരെ തന്നെ വാളേന്തിയ യോവാശിനെ കൊല്ലാൻ അടിച്ച് തയ്യാറാക്കി കട്ടിലിൽ കിടത്തി കൊടുത്തിട്ട് അവന്റെ സ്വന്തം ദാസന്മാരെ കൊണ്ട് അവനെ കൊല്ലിച്ച് രാജാവിന്റെ കല്ലറ പോലും കിട്ടാതെ ഒരു നാശം അവസ്ഥയിൽ അവന്റെ അവസാനമായെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും അത് സംഭവിക്കരുത്. ശത്രുവിന് നിന്റെ മേൽ നോട്ടമുണ്ടായിരിക്കാം, പക്ഷെ നീ തീരുമാനമെടുക്കണം, ഞാൻ പുറകിലോട്ട് പോവില്ല. ദൈവം എനിക്ക് തന്ന പദവിയിൽ ഞാൻ നിൽക്കുക തന്നെ ചെയ്യും. ദൈവകൃപയിൽ ഞാൻ നിൽക്കുക തന്നെ ചെയ്യും. ദൈവസഭയിൽ ഞാൻ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. ആർക്കും എന്നെ തകർക്കുവാൻ കഴിയില്ല എന്ന്, ഞാൻ പുറകിലോട്ട് മാറില്ല എന്ന് ഈ പ്രഭാതത്തിൽ ഹൃദയത്തിൽ തീരുമാനമെടുക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ മൂടാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ മൂടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകാം. കർത്താവേ, എൻ്റെ മേലെ കൃപ പകരണം എന്ന് പറയാം. യോവേൽ പ്രവാചകൻ വിളിച്ചു പറയുന്നത് പോലെ ഒരു ഉപവാസം പ്രഖ്യാപിക്കുവാൻ നമുക്ക് തയ്യാറാകാം. ദൈവസന്നിധിയിൽ ചില നിമിഷങ്ങൾ കരയുവാൻ നമുക്ക് തയ്യാറാകാം. കർത്താവേ, അങ്ങയുടെ കൃപയാൽ എന്നെ നിറയ്ക്കണമെന്ന് പറയാം. അങ്ങയുടെ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കണമെന്ന് പറയാം. ഓ റിബലവരഗമനം ധനാരവൗഷിമനാരികന പ്രൗഢിമനാരികനഗരഗദനം ധനാരവൗഷികനഗരഗസ്യ. ഇസബേലിന്റെ അനുഭവം എനിക്ക് വരാതിരിക്കേണ്ടതിന് എന്നെ സൂക്ഷിക്കണം കർത്താവേ എന്ന് പറയാം. അതല്ല, എൻ്റെ കുടുംബത്തിൽ വരാതിരിക്കാൻ പരിശുദ്ധനെ എന്നെ സഹായിക്കണം എന്ന് പറയാം. നിന്റെ കുടുംബത്തിൽ വിഹിതമല്ലാത്ത പെൺകുട്ടി വരുവാൻ നീ അനുവദിക്കരുത്. ഇസബേൽ വന്ന് രാജ്യം തകർന്ന പോലെ നിന്റെ രാജ്യം തകരാൻ, നിന്റെ കുടുംബം തകരാൻ നീ നിന്നുകൊടുക്കരുത്. കുഞ്ഞുങ്ങളുടെ അവിഹിത പ്രേമത്തിന് നീ കൂട്ടുനിൽക്കരുത്. ദൈവരാജ്യത്തെ തകർത്ത് കളയാൻ, നിന്റെ മക്കളുടെ ഭാവിയെ തകർത്ത് കളയാൻ വെല്ലുവിളിക്കുന്ന ഒരു അന്ധകാരവും നിന്റെ കുടുംബത്തിനകത്ത് തേർവാഴ്ച നടത്താൻ നീ അനുവദിക്കരുത്. താങ്ക് യു മാസ്റ്റർ. പരിശുദ്ധനെ, ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പിതാവേ. ഈ ജനത്തിന്റെ കുടുംബങ്ങളെ കർത്താവ് കോട്ട കെട്ടി സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. ദൈവസഭയിൽ കീഴ്പ്പെട്ടിരിപ്പാൻ, ദൈവജനത്തോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം ഈ ജനത്തിന് കൃപ പകരുന്നതിനായി നന്ദി പിതാവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഈ പ്രഭാതത്തിൽ ഇതിനകത്ത് നിറഞ്ഞു വ്യാപിച്ചതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഒരു സഭയിലും ഈ സഭയ്ക്കകത്തെത്തുവാൻ ദൈവം അനുവദിക്കരുത്. ഈ വ്യക്തികളുടെ കുടുംബങ്ങളിൽ എത്തുവാൻ ദൈവം അനുവദിക്കരുത്. ഒരു ഭിന്നതയുടെ അധല്യയും എത്തുവാൻ ദൈവം അനുവദിക്കരുത്. നിങ്ങൾ ഈ കുടുംബങ്ങളെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജനം ഒരു അനുഗ്രഹമായി മാറട്ടെ.